ഹരി ഓം. നമ്മൾ ഇന്നിപ്പം കൊട്ടാരക്കരയിലാണ്. നമ്മൾ ഓച്ചിറയിൽ ഒരു ശരയോഗ സമാഗമം എന്ന് പറയുന്നൊരു ഫങ്ഷനുണ്ട്. ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്ക് നമ്മൾ കൊട്ടാരക്കരയിലെ ഗുരുദാസിയുടെ ഇല്ലത്തിലാണ് ഇന്നിപ്പോൾ. നാളെയാണ് ഓച്ചിറയിലേക്ക് പോകേണ്ടത്. സാധാരണ ഗുരുദാസിയുടെ ഇല്ലത്തിൽ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സാധകർ ഒത്തുകൂടുമ്പോൾ അവിടെ എന്തായാലും സത്സംഗങ്ങളുണ്ടാവും. അങ്ങനെ ഒരു സത്സംഗം നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് യാദൃശ്ചികമായിട്ട് നമുക്ക് അത് റെക്കോർഡ് ചെയ്യണം എന്ന് തോന്നിയത്. അതിന് കാരണങ്ങൾ പലതാണ്. നമ്മൾ സാധകരുടെ യാത്ര അല്ലെങ്കിൽ ഓരോ സത്സംഗങ്ങളും ഓരോ അനുഭവങ്ങളാണ്. അവൻ്റെ അടുത്ത തലത്തിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് പ്രേരകം തന്നെയാണ്, അതൊരു പ്രേരണയാണത്. അപ്പം അത് എല്ലാ സാധകരിലേക്കും പങ്കുവയ്ക്കുമ്പം ചിലപ്പോൾ ഒരു സാധകൻ എന്താണ് മോട്ടിവേഷൻ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അനുഭവം, ഓരോരുത്തരുടെ അനുഭവം. അപ്പം അങ്ങനെ നമ്മൾ ഈ സത്സംഗം റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പം ഗുരുദാസ് നമ്മൾ 14 വർഷം മുന്നേ കോയമ്പത്തൂര് കോത്തഗിരി ഓംകാർ സ്വാമിയുടെ ആശ്രമത്തിൽ വെച്ച് എല്ലാവരും കൂടെ തങ്ങി നിന്ന് 2 ദിവസത്തെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, മെഡിറ്റേഷൻ ധ്യാന ക്യാമ്പ് ഉണ്ടായിരുന്നു. അങ്ങയുടെ ആ സമയത്തെ, ആ വർഷത്തെ 14 വർഷം മുന്നെയാണ്. അപ്പോൾ ആ സമയത്തെ ആ എക്സ്പീരിയൻസ് നമ്മൾ സാധകരോടൊന്ന് ഷെയർ ചെയ്യാമോ? കൂടാതെ അങ്ങ് ആ ക്യാമ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റൈറ്റപ്പ് എഴുതുണ്ടായി. ആ ക്യാമ്പിൽ തുടക്കം മുതൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ആ എക്സ്പീരിയൻസ് ഫുള്ളും അങ്ങ് ഒരു പുസ്തക രൂപത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിൽ നിന്നും എന്നിലേക്ക് എന്ന് പറഞ്ഞത്. അതും എങ്ങനെ സംഭവിച്ചു, ആ ഒരു റൈറ്റിങ്ങും എഴുതാനുണ്ടായ ഒരു പ്രചോദനം, അതും കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഹരി ഓം. നമ്മളെപ്പോഴും പറയാറുണ്ട്, യാത്രകളെല്ലാം അനുഭവങ്ങളാണ്. പക്ഷേ ഉള്ളറിഞ്ഞ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഗുരുസമക്ഷ യാത്രകളാണ് ഉത്തമം എന്ന് പറയാറുണ്ട്. ഒരു പക്ഷേ ബാലജി ഇപ്പം ആക്സിഡൻ്റലായിട്ട് 14 വർഷം മുമ്പുള്ള കോത്തഗിരിയെക്കുറിച്ചൊന്ന് പറയൂ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നിന്ന് പറയാൻ ശ്രമിക്കുന്നതിനകത്ത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഗുരു കൊണ്ട് തൊട്ടടുത്ത്, അപ്പം നമുക്ക് പറയാം. 2, ഒരു ഗുരുസമക്ഷയാത്ര എങ്ങനെയായിരിക്കണം ഒരു സാധകനിൽ എഫക്റ്റ് ചെയ്യേണ്ടത് എന്ന് പൂർണ്ണമായി ഗുരുദാസിനെ ബോധ്യപ്പെടുത്തി തന്ന ആദ്യത്തെ ഗുരുവിൻ്റെ കൂടെ താമസിച്ചുള്ള യാത്ര കൂടിയായിരുന്നു കോത്തഗിരി യാത്ര. ശരിക്കും പറഞ്ഞാൽ അന്ന് ഉത്സാഹമായിരുന്നു പോകാൻ. എന്നാൽ സാമൂഹികമായ എല്ലാ ചുറ്റുപാടുകളും ഇതിന് വിപരീതമായിരുന്നു. കാരണം ഇന്ന് സമൂഹത്തെ ആകെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൺകുട്ടി, 10 or 20 വയസ്സായ ഒരാൺകുട്ടി മദ്യപിച്ചാൽ അവൻ ആണായതുകൊണ്ടാണ് മദ്യപിച്ചത് എന്ന് പറയും. അസാൻമാർഗ യാത്രയിലൂടെ ആണല്ലേ, അവൻ തിരുത്തിക്കോളും എന്ന് പറയും. എന്നാൽ അതേ കുട്ടി അടുപ്പിച്ച് 4 നാരായണ ജപിച്ചാൽ സംഗതി മാറി. അവനെന്തോ കടുത്ത അപരാധം, അവൻ ഈ നശ്വരമായ ഭൗതിക ജീവിതം വിട്ടിട്ട് സന്യാസം പോലെയുള്ള എന്തോ സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛനായാലും അമ്മയായാലും എല്ലാം ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഇതിനെതിരെ സ്വാഭാവികമാണ്, കാരണം അറ്റാച്ച്മെൻ്റ് ആണല്ലോ പ്രധാനം. അങ്ങനെ വന്നു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും ഇല്ലാതെ, ഇന്നൊരു പക്ഷേ അതിലെത്രയോ മാറിയിരിക്കുന്നു അന്തരീക്ഷം. ഇപ്പോൾ എൻ്റെ ധർമ്മപത്നിയായാലും എന്നെ വിട്ടുപോയി വേഷമഴിച്ച് വെച്ച അച്ഛനായാലുമൊക്കെ ഒരുപാട് അറിഞ്ഞു ഇതിനെ എന്താണ് ഒരു സാധനയെന്നും ഇവൻ എന്തിനാണ് ഒരു നിയോഗം പോലെയാണ് ഗുരുദാസ് പോകുന്നത് എന്നും തിരിച്ചറിയാൻ ഒരു പരിധിവരെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം.
അപ്പോൾ ഇന്ന് സ്വാഭാവികമായും നമ്മൾ എവിടെ പോയാലും ചോദ്യമില്ല, ഗുരുവിൻ്റെ കൂടാണെന്ന് പറഞ്ഞാൽ എന്തിന് എങ്ങനെയെന്നുള്ള ചോദ്യമില്ല. പക്ഷേ കോത്തഗിരി യാത്രയ്ക്കിറങ്ങുമ്പോൾ സംശയദൃഷ്ടിയോടെയുള്ള നയനങ്ങളായിരുന്നു കൂടുതലും നമുക്കെതിരെ വന്നത്. പക്ഷേ നമ്മുടെ യാത്രയിൽ ഒരു സത്യമുണ്ട് എന്നുള്ള ഒരു വലിയ ധാരണ അന്ന് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര ചോദിക്കാൻ നിന്നില്ല, ആരുടെയും അനുവാദം തേടിയതുമില്ല. അങ്ങനെ ചെങ്ങന്നൂരിൽ ഗുരുവിനോടൊപ്പം നമ്മൾ കൂടിയാണ് യാത്ര ആരംഭിക്കുന്നത്. അതിലുമൊരു പ്രത്യേകതയുണ്ട്. അതായത് അന്ന് പലപ്പോഴും നമ്മൾ ഗുരുവുമായി സംസാരിക്കുമായിരുന്നു, പല കാര്യങ്ങളും സംസാരിക്കും. ഇത് മാത്രമല്ല, അന്ന് ഇപ്പോൾ സാധന എന്ന രീതിയിൽ ഉള്ളതിലുപരി ഭൗതികമായി തന്നെ ഗുരു നമ്മളെ സഹായിക്കും എന്നുള്ള രീതിയിലായിരുന്നു കൂടുതലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ യാത്രയിലാണ് ചെങ്ങമനാട് നിന്ന് ബസ് കയറുമ്പോൾ തുടങ്ങിയ സന്ദേശം അയക്കലും വരവും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഗുരുവിനെ കാണുന്നിടം വരെ അത് നീണ്ടു എന്നുള്ളതാണ് സത്യം. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരിക്കലും സാധനയെക്കുറിച്ചല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഗുരുവുമായി അന്ന് സംസാരിച്ചിട്ടേയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യമായി ഈ സാധനയിൽ ഇത്രയും ഇൻവോൾവായ നിമിഷങ്ങൾ വരെ ഉണ്ടാകില്ല. അപ്പോൾ ഗുരു അടുത്തായാലും അകലത്തിലായാലും ആ വ്യത്യാസം അനുഭവപ്പെടാത്ത, ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ 10-45 കിലോമീറ്റർ താണ്ടി ചെങ്ങന്നൂരെത്തിയത് ഇന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനെയാണ് ആ യാത്ര തുടങ്ങിയത് തന്നെ. സ്വാഭാവികമായും ഗുരു പറയുന്നത് പോലെ വിവിധ വ്യക്തിത്വങ്ങളുള്ള എന്നാൽ ഏക അസ്തിത്വത്തെ തേടുന്ന സാധകരെല്ലാം ആ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുമിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗുരുവിനോടൊപ്പം ആ നീണ്ട യാത്ര കോയമ്പത്തൂരിൽ എത്തുമ്പോൾ നമ്മൾ പഠിച്ച പല കാര്യങ്ങളുണ്ട്. ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം എന്ത് നമ്മൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നോ അതിലൊരു കാര്യമുണ്ടാകും. ആ കാര്യം എടുത്തതിന് ശേഷം വേണം അതിനെ ഉപേക്ഷിക്കുവാൻ. ഇപ്പം ഏത് ഗുരുസമക്ഷ യാത്ര എടുത്താലും നമുക്കറിയാം, ആഹാര വസ്തുക്കളാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തും ആയിക്കോട്ടെ, വേസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം ആ യാത്രയിൽ ഉണ്ടായില്ല. അത് ആഹാരത്തെ സംബന്ധിച്ചാലും എന്തിനെ സംബന്ധിച്ചാലും. എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ ആ നിമിഷത്തിൻ്റെ ഇരട്ടി സത്താണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് ഓരോ നിമിഷവും സംഭവിക്കുന്നതെന്നെല്ലാം ഓരോ സാധകനും ഓരോ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഈ യാത്രയിലല്ല, എല്ലാ യാത്രയിലും. പക്ഷേ ഇത് ആദ്യത്തേതായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു അത്ഭുതമില്ല, പക്ഷേ വലിയ ആനന്ദത്തോടു കൂടി ഏറ്റെടുത്തൊരു യാത്രയാണ്. നമ്മളോട് ആരും പറഞ്ഞില്ല സമയമൊന്നും കുറിക്കണമെന്ന്. യാത്ര തുടങ്ങുന്ന സമയമൊന്നും കുറിക്കണം, നമ്മൾ കുറിച്ചതുമില്ല. പക്ഷേ ട്രെയിൻ യാത്രയിൽ എവിടെയോ ബാക്കിയുള്ളവരൊക്കെ ഉറക്കത്തെ പുണരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റൊരു വിശ്വാസമാണ് വന്നത്. നമ്മൾ പണ്ടെന്നോ നമ്മൾ എന്താ പറയുക, മദ്രാസിൽ ഒരു യാത്രയിൽ, വളരെ ചെറിയൊരു യാത്രയിൽ ഗുരുവിനോട് നമ്മൾ പറഞ്ഞൊരാഗ്രഹം നമുക്ക് എഴുതണം. ചെറിയ ആഗ്രഹമായിരുന്നില്ല, മഹേന്ദ്രദാസ് ഗുപ്തയെ പോലെ നമുക്ക് എഴുതണം എന്ന് പറഞ്ഞ ഒരു, എന്തുകൊണ്ടോ പെട്ടെന്ന് ആ അത് നമ്മുടെ മെമ്മറിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ സ്വാഭാവികമായും മഹേന്ദ്രദാസ് ഗുപ്തയും ആ ശ്രീരാമകൃഷ്ണ ഭജനാമൃതവുമൊക്കെ ആ ട്രെയിനിൻ്റെ അപ്പർ ബെർത്തിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമ്മളെ വല്ലാതെ തലോടി എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളുടെ ആഗ്രഹം എത്രയോ അകലെയാണ്. അന്ന് യാതൊരുവിധമായ സാങ്കേതികത്വവും പുരോഗമിക്കാതിരുന്നൊരു കാലത്ത് നമ്മളെ വരച്ച് കാണിക്കുകയാണ് ഒരിക്കലും നശിക്കാത്ത ചിത്രങ്ങളായി പരമഹംസരുടെ ആ വലിയ അത്ഭുതങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അതൊന്നും നമ്മളെ കൊണ്ടൊക്കില്ല. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിച്ചത് അദ്ദേഹം പാലിച്ചൊരു സമയക്ലിപ്തതയുണ്ട്. എപ്പോൾ ഞാൻ ഗുരുവിനെ കണ്ടു, ഏത് മൂമെൻറ്റിൽ കണ്ടു, എങ്ങനെ കണ്ടു, അതെന്തായിരുന്നു നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയ എഫക്റ്റ്, ഇതെല്ലാം സത്യസന്ധമായിട്ടാണ് അങ്ങനെ പറഞ്ഞു പോകും. അത് നമ്മളങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒഴുകും. ഇത് വായിക്കുമ്പോൾ യാദർച്ഛികാൽ ശ്രീരാമകൃഷ്ണ ഭജനാമൃതമാണ് ഗുരു നമുക്ക് ആദ്യമായി പ്രിഫർ ചെയ്യുന്ന സാധന പുസ്തകവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കൊരാഗ്രഹം ഉദിച്ചു, അങ്ങനെയാണെങ്കിൽ, അങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിലും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻസിഡൻ്റൊക്കെ ഒന്ന് എഴുതി വയ്ക്കാൻ പറ്റും.
അതിൽ സാഹിത്യമോ അല്ലെങ്കിൽ അതുപോലെയുള്ള അംശങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കത് എഴുതി വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ധരിച്ചത്. അങ്ങനെ എന്തുകൊണ്ടോ ചെറിയ രീതിയിൽ ഈ പോയ കാര്യങ്ങളും അതിൻ്റെ ഒരു സമയവും അല്ലെങ്കിൽ അത് നമുക്കുണ്ടാക്കുന്ന ചെറിയ എഫക്റ്റും അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിലുള്ള ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒക്കെ നമ്മൾ വളരെ ചെറിയ വേർഡുകളിൽ എഴുതി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ കോത്തഗിരിയിൽ ചെന്നിറങ്ങുന്നു. വലിയ ബസ് സ്റ്റാൻഡൊന്നുമല്ല, മലയുടെ മുകളിലാണ്. അപ്പോൾ ഈ മലയുടെ മുകളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ നഗരത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. ലൈറ്റുകൾ ഇങ്ങനെയുള്ള എല്ലാം പലവിധ കളറുകളാണ് നമുക്ക് കാണുന്നത്. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് അതായത് നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുന്ന ഏതോ ഒരു ലോകത്ത് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതുവരെ നമുക്കുണ്ടായിട്ടില്ലാത്ത ഒരനുഭവം. ഇവിടെ നമുക്ക് മറ്റൊന്നാണ് ലോകം. അപ്പോൾ പുറകിലേക്ക് നമ്മൾ ഇതുവരെ വന്ന ലോകമെല്ലാം തിരിഞ്ഞു പോകുന്നതായിട്ടും മറ്റൊരു പ്രകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിട്ടും നമുക്ക് തോന്നി. കോത്തഗിരിയിൽ ചെന്നിറങ്ങുന്നു. ഇരുട്ടാണ്. ഗുരു നടക്കുന്നു, നമ്മളും പുറകിൽ നടക്കുന്നു. പ്രത്യേകിച്ച് വെട്ടങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ സാക്ഷാൽ ഓംകാറിൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നിറങ്ങുന്നത്. ഇന്നും എന്നും നമ്മൾ ഓർക്കുന്ന ഒരു സത്യമുണ്ട്. ഒരു ഭക്തന് ഒരു സാധകനാകണമെങ്കിൽ അവൻ ഒരുപാട് സഞ്ചരിക്കണം അവൻ്റെ യാത്രയിൽ. അങ്ങനെ ഒരു യാത്ര അവൻ തിരഞ്ഞെടുത്താൽ ആ യാത്രയിൽ അവൻ്റെ ഗുരു കൂടെ ഉണ്ടാവണം എന്ന് മാത്രമല്ല, ഗുരുവിൽ നിന്ന് വരുന്നതെല്ലാം അരുളാണ് എന്ന മനോഭാവത്തോടു കൂടി അതിനെ സ്വീകരിച്ചാൽ മാത്രമേ അവൻ ആ യാത്ര സുഖകരമാകൂ. അപ്പോൾ സ്വാഭാവികമായും ഗുരുവിൻ്റെ കൂടെ ചെറിയ ഇടവഴികളിലൂടെയൊക്കെ ഇറങ്ങി നമ്മൾ അവിടെ ചെന്നുമ്പോൾ നമ്മൾ കാണുന്ന സാക്ഷാൽ വിഘ്നേശ്വരൻ്റെ ഒരു ചെറിയ ക്ഷേത്രവും വിഘ്നേശ്വരൻ്റെ പ്രതിഷ്ഠയുമാണ്. സ്വാഭാവികമായും സർവ്വവിഘ്നഹരം നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രദക്ഷിണം വയ്ക്കുന്നു. നമ്മൾ ഓംകാറിൻ്റെ ആശ്രമത്തിലേക്ക് കടക്കുകയാണ്. അത്ഭുതകരമായ ഒരു കാര്യം, പൊതുവെ കൊട്ടാരക്കരക്കാരനായ ഗുരുദാസിന് വിഘ്നേശ്വരനെ മറന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അടുത്ത 2 ദിവസം നമ്മൾ ഭഗവാനെ ഓർത്തില്ല. കാരണം നദിയെ നമ്മൾ ഓർക്കുന്നത് നദിയിൽ നിൽക്കാതിരിക്കുമ്പോഴാണ്. പുറത്ത് നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ നദിയെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമുള്ളൂ. നദിയിൽ നിൽക്കുന്നവൻ നദിയെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല, അവൻ അതിൽ മുഴുകുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ ആ 2 ദിവസം ഗുരു ഒരുക്കി തന്ന ആ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഒരു ചെറിയ ഇൻസിഡൻറ്റ് പറഞ്ഞാൽ, നമ്മൾ ഡൽഹിയിലെ വാസത്തിനൊക്കെ ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ തണുപ്പിനോട് മല്ലടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ലോങ് യാത്രയും അവിടുത്തെ ഒരു അന്തരീക്ഷമെല്ലാം അവിടെ വന്നിട്ട് ചെറിയ പനി നമുക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പിറ്റേന്ന് വെളുപ്പിനെ കുളിക്കണം, അതാണ് ഗുരു നിർദ്ദേശം. കുളിക്കണം എന്ന് പറഞ്ഞാൽ കുളിക്കണമല്ലോ, പിന്നെ അതിനകത്ത് വേറെ ചോദ്യങ്ങളൊന്നുമില്ല, അന്നുമില്ല, ഇന്നും ഒട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു കിടുകിടുപ്പുണ്ട്. അമ്മയുള്ളപ്പോൾ അമ്മയോട് നമ്മൾ പറയും ഇന്ന് ഞാൻ കുളിക്കില്ല, എനിക്ക് വയ്യ എന്ന് പറയും. പക്ഷേ ഗുരുവിൻ്റെ മുമ്പിൽ അങ്ങനെ പറയാൻ പറ്റും, പക്ഷേ പറയുന്നതിനുള്ള ഒരു വൈമനസ്യമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും നമ്മൾ സഹിക്കുകയാണ്. അപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഓരോ സാധനം എന്തൊരു തണുപ്പാണ്, നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഊഴം വരുന്നു, നമ്മളൊന്നും പറയുന്നില്ല. നമ്മൾ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഗുരു പറഞ്ഞു ഒന്ന് നിൽക്കണേ. എനിക്ക് തോന്നുന്നു അന്ന് സാധകരാരാണ് ഞാൻ ഓർക്കുന്നില്ല, അവരോട് പറയുന്നു ആ ചൂട് വെള്ളം ഒരു ബക്കറ്റ് അവിടെ ഇരിപ്പുണ്ട്, എടുത്തു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അകത്ത് കയറി കഥ കടച്ചിട്ട് എന്താ പറയുക, എങ്ങനെയാണോ ആ ചൂടുവെള്ളം നമ്മുടെ ശിരസിലൂടെ ഒഴുകി ഇറങ്ങിയത് അതിനേക്കാൾ ഇൻറ്റൻസിറ്റിയിൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിലൂടെ കലർത്തിയാണ്, അതിൻ്റെ ചൂടുള്ള കലർത്തിയാണ് നമ്മൾ ആ സ്നാനം പൂർത്തിയാക്കുന്നത്. അപ്പം ഒരു ഗുരു കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താണ് എന്ന് അവനേക്കാട്ടിൽ കൂടുതൽ അറിയുന്ന ആളാകും എൻ്റെ ഗുരു. അത് ഭൗതികമായ പ്രശ്നങ്ങളിലായാലും ആത്മീയമായ പ്രശ്നങ്ങളായാലും ഒക്കെ. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന പുതിയൊരു സിസ്റ്റമാണ് നമ്മൾ പഠിക്കുന്നത്. പൊതുവേ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എച്ചിൽ പാത്രം കഴുകുന്നതും ഒന്നും നമ്മുടെ ശീലമായിരുന്നില്ല. കഴിക്കുന്നു,
മതി വരുന്നിടം വരെ കഴിച്ചാൽ ബാക്കി ഉണ്ടെങ്കിൽ പ്ലേറ്റിലിടുന്നു, നമ്മൾ എഴുന്നേറ്റ് പോകുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും പിന്നെ നമ്മൾ അന്വേഷിക്കാറില്ല. അങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. എന്നാൽ അത് തികച്ചും വ്യത്യസ്തമായി നമ്മൾ ക്യൂവിൽ നിൽക്കുകയും അവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണം അതെന്തുമാകട്ടെ പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായി ഗുരു കഴിക്കുന്ന നമ്മൾ കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, ഒരു വേസ്റ്റും ഉണ്ടാകില്ല ഒന്നിലും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മളും അറിയാതെ കഴിച്ചു പോകും. അപ്പം അങ്ങനെ കഴിച്ച് നമ്മൾ പോയി ആ പാത്രം കഴുകി വെക്കും. അതിലെല്ലാം നമ്മൾ ആ ധാരയിൽ ഒഴുകുകയാണ് ശരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഒഴുകിയത് കൊണ്ടാണ്. അപ്പോൾ അവിടെ വരുന്ന പല സ്വാമിമാരും ഓംകാറിൻ്റെ ശിഷ്യന്മാർ സഹിതമുള്ളവർ ഗുരുവുമായി സംസാരിക്കുമ്പോൾ നമ്മളങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ ലോകം നമുക്ക് ഓരോ പുതിയ പുതിയ അറിവുകൾ നമുക്ക് അപ്പം നമ്മൾ ആ എന്താ പറയുക ക്ലൈമറ്റ് മുഴുവൻ മറന്നു നമ്മൾ ആ യാത്ര അതിലൂടെ. അപ്പോൾ ഈവൻ അതിലേക്കൂടെ പോകുന്ന ഒരു സ്ത്രീ ആ പശുവിനെ ബന്ധിച്ച് നിർത്താൻ പെടുന്ന പാട്, അവർക്കതിന് കഴിയാതെ വരുമ്പോൾ അവർ സ്നേഹം കൊണ്ട് വിളിക്കുമ്പോൾ അത് തിരിച്ചു വന്ന് അവരോടൊപ്പം പോകുന്ന ഇതെല്ലാം നമുക്ക് പുതുമയായി മാറുകയാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണുമ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് തോന്നുന്നില്ല. യേശു ഇരിക്കുന്നത് കൃഷ്ണന് തുല്യമായിട്ടാണ് നമ്മൾ ആ ഒരു അന്തരീക്ഷത്തിൽ കാണുന്നത്. ഇതല്ലാതെ മറ്റൊന്നുമില്ല എന്ന സങ്കല്പം, അല്ലെങ്കിൽ അത് ആദ്യമായി നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത ഇതേ സെയിം ഫീലിംഗ് ആണ് നമ്മൾ അവിടെ ചെന്നൊരു മരത്തെ കാണുമ്പോഴും അല്ലെങ്കിൽ പ്രകൃതിയാൽ ഉണ്ടാക്കപ്പെടുന്ന മഞ്ഞ് കാണുമ്പോഴും എല്ലാം നമുക്കുണ്ടാകുന്നത്. തേടൽ അന്നും നടന്നിരുന്നു എന്നുള്ള സത്യമാണ്. ഒരു സാധകന് തേടൽ നിർത്താൻ പറ്റില്ലല്ലോ. അവൻ തേടിക്കൊണ്ടേയിരിക്കും. അവൻ എവിടെ എത്തിയാലും അവൻ തേടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു 2 ദിവസത്തെ പൂർണ്ണതയുടെ പരിപൂർണതയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ എന്താ പറയുക വിളക്ക് പൂജ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂജിച്ചുള്ള പരിചയമേ ഉള്ളൂ. മറ്റുള്ളവർ പൂജിക്കുന്ന കണ്ട പരിചയം നമുക്കില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറച്ച് പുഷ്പങ്ങൾ വേണം നമുക്ക് ഭഗവാനെ പൂജിക്കണമെങ്കിൽ. ഇതായിരുന്നു നമ്മുടെ ചിട്ട. ഇവിടെ ഗുരുദാസ് അറിഞ്ഞറിയുകയാണ്, മുമ്പിൽ ഒന്നുമില്ല, ഉള്ളത് ഒരു ചന്ദനത്തിരി മാത്രമാണ്. അത് കത്തിച്ചു തന്നിട്ടാണ് ഗുരു പറയുന്നത്, ഇതാണല്ല, പിടിക്കൂ. ആ ചന്ദനത്തിരിയുടെ ചെറിയ ഗന്ധത്തിലാണ് ഗുരു നമ്മളെ ഒരു വലിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഗുരുദാസിനെ സംബന്ധിച്ച് അസാധ്യമാണത്. അങ്ങനെ കൂടെ പോകുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം നമ്മുടെ സങ്കല്പം അനുസരിച്ച് മൂർത്തിയെ ആവാഹിച്ച് പ്രസന്നനാക്കി കാര്യം പറഞ്ഞ് ഉദ്വസിക്കുന്ന ആ ചടങ്ങുകളില്ലാതെ എങ്ങനെ ഒരു പൂജ നടത്താൻ പറ്റും? ചിന്തിക്കാൻ പറ്റില്ല അന്നത്തെ കാലത്ത്. ഇന്ന് ഒരു പക്ഷേ നമ്മൾ ചെയ്തെന്നിരിക്കും ഗുരു പറയുമ്പോൾ, അത് പറയുന്നത്. പക്ഷേ അന്ന് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോഴും ഗുരുദാസിന് പറയാനുള്ളത്, എന്താണോ നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത് അതല്ല ശരിക്കും നമ്മൾ തേടുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു ഗുരു ആ ഒരു വിളക്ക് പൂജയിലൂടെ. അപ്പം അന്ന് നമ്മളിവിടെ വെച്ച് പൂജ നടത്തിക്കൊണ്ടിരുന്നത്, അന്ന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ പൂജയിലും പുഷ്പങ്ങൾ മാത്രം അർച്ചിച്ച് പഠിച്ചവനാണ് ഗുരുദാസ്. പക്ഷേ ഗുരുജിയോട് നേദ്യം വേണോ എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞത്, ജപമാണ് നേദ്യം, പ്രസന്നനാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അന്തസത്ത മുഴുവൻ നമ്മൾ ഉൾക്കൊള്ളു. എങ്കിലും ഒരു ചതുർബാഹുവിനെ വെച്ചിട്ടാണെന്ന് നമ്മൾ നമ്മുടെ സാധന ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹമായിരുന്നു നമുക്കല്ല. ഇവിടെ ഗുരു പറയുന്നത്, നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ മൂർത്തിയെ സങ്കല്പിക്കൂ. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണോ അത് ഏറ്റു പറയൂ. ഇത് മാത്രമാണ് ഗുരുവിൻ്റെ നിർദ്ദേശം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്തു ചെയ്യണം എന്ന കൺഫ്യൂഷനാണ് ആദ്യം ഗുരുദാസിനെ പിടികൂടുന്നത്. ഇതെങ്ങനെയായിത്തീരും? നമ്മളൊക്കെ ദേഹരക്ഷ ചെയ്ത് മൂർത്തിയെ ആവാഹിച്ച് വരുത്തി, അങ്ങനെയാണ് നമ്മുടെ പാരമ്പര്യം മുഴുവൻ. അതിൽ നിന്ന് വിട്ടുമാറി ചെയ്യുക എന്ന് പറയുന്ന ഒന്നുമില്ല. പക്ഷേ അന്നും ഒരു കാര്യത്തിൽ ഗുരുദാസ് മുൻപിലാണ്. കാരണം ചെയ്യാനൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ
അത് നമ്മൾ ചെയ്യും, അറിഞ്ഞ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അത് ഏത് കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ കണ്ണുകളടയ്ക്കുന്നു. ഗുരു ആ മന്ത്രം അങ്ങനെ ഒരുവിധം ശബ്ദത്തിൽ പറയുകയാണ്. നമ്മൾ കണ്ണുകളടച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്നാണ് നമ്മളെ ഒരു ചിന്ത പിടികൂടുന്നത്. 108 പ്രാവശ്യമാണ് മന്ത്രം ജപിക്കുന്നത്. ഗുരു ജപിക്കുന്നത് മാനസപുഷ്പങ്ങൾ അർച്ചിക്കണം. ഇതാണ് ഗുരുവിൻ്റെ നിർദ്ദേശം. ആദ്യം നമ്മളെ പിടികൂടിയ ഒരു ചിന്ത, നമ്മളുടെ ചതുർബാഹു ഇത്രയേ ഉള്ളൂ. 108 പ്രാവശ്യം ഈ പുഷ്പങ്ങൾ അർച്ചിച്ചാൽ നമ്മുടെ ചതുർബാഹുവിൻ്റെ അവസ്ഥ എന്താകും? പിന്നെ നമ്മൾ എങ്ങനെ കാണും നമ്മുടെ ചതുർബാഹുവിനെ എന്നുള്ളൊരു ചിന്തയാണ് നമ്മളെ മതിക്കുന്നത്. ശരിക്കും അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ആലോചിക്കുന്നത് ഗുരു പറയുന്നതല്ലേ. അപ്പോൾ ഗുരുവിൻ്റെ ശബ്ദം ഇങ്ങനെ നമ്മുടെ ചെവിയിൽ വന്ന് എന്താ പറയുക, ഒരു വലിയ ശബ്ദമായി പ്രതിധ്വനിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികം ഏതോ ഒരു നിമിഷത്തിൽ ഗുരുവിൻ്റെ മന്ത്രവുമായി നമ്മളങ്ങ് അലിഞ്ഞു ചേരുകയാണ്. അപ്പം നമ്മുടെ ചുണ്ടുകളിൽ നിന്നും ആ മന്ത്രം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും ചതുർബാഹുവിൻ്റെ മന്ത്രമല്ല, വൈഷ്ണവമല്ല പറയുന്നത്. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ നമ്മൾ അതുമായി അങ്ങ് ഒത്തുപോവുകയാണ്. അപ്പോഴും ഈ ചിന്തയുണ്ട്, എന്തായിരിക്കും ഇനി സംഭവിക്കുന്നത്? ആദ്യമായി നമ്മൾ ഭഗവാനെ മറച്ചുള്ളൊരു പൂജയ്ക്ക് തയ്യാറാവണമല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത വരുന്നത്. പക്ഷേ ആ നിമിഷത്തിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു നിമിഷത്തിൽ നമ്മുടെ ഉള്ളിൽ വലിയൊരു അന്ധകാരം നിറയുകയാണ്. അന്ധകാരം എന്ന് പറഞ്ഞാൽ കാർമേഘം എങ്ങനെയാണ് മൂടുന്നത് എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് ആ ഒരു നമ്മുടെ മുൻപിൽ കാണുന്നത്. കണ്ണുകൾ അടച്ചിരിക്കുന്ന നമ്മുടെ മുമ്പിൽ വീണ്ടും അന്ധകാരം നിറയുന്നു എന്ന് പറയുമ്പോൾ ആ ഒരവസ്ഥ നമുക്ക് ആലോചിച്ചാൽ ഇന്നും ഒരു എക്സ്പ്ലനേഷന് അതീതമാണ് ആ ചിന്ത അല്ലെങ്കിൽ ആ അനുഭവം. അപ്പോൾ പിന്നെ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല, ചതുർബാഹുവില്ല, ഗുരുദാസില്ല, അല്ലെങ്കിൽ കോത്തഗിരിയില്ല, ഇതെല്ലാം നമ്മൾ വിട്ടു. അങ്ങനെ ഏതോ ഒരു നിമിഷത്തിൽ ഈ മന്ത്രത്തിൻ്റെ ഏതോ ഒരു തലത്തിൽ, ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തലമായിരിക്കാം അതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്, ഒരു തലത്തിൽ ഈ കാർമേഘങ്ങൾ പതുക്കെ തെളിഞ്ഞ മേഘങ്ങൾക്ക് അവസരം കൊടുക്കുകയാണ്. തെളിഞ്ഞ മേഘം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പകുതിയിൽ അധികം തെളിച്ചമുള്ള മേഘം. എങ്ങനെയാണ് പറയണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പം നമ്മൾ കാണുന്നത് ആദ്യം എന്തോ ഒരു വലിയ എന്താ പറയുക, ഒരു ഗുഹ പോലെയോ അല്ലെങ്കിൽ ഒരു വലിയ ഹോൾ പോലെയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ നമ്മളതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് ബോധ്യമാകുന്നത് ഒരു വലിയ പൊക്കിൾക്കൊടിയുടെ ഷേപ്പിലാണ് ഇത് വരുന്നത്. അപ്പം നമുക്കിതിനെപ്പറ്റി ഒരു അഭിപ്രായം അന്നേരം ഇല്ല. ഇത് ജസ്റ്റ് കാണുക. എങ്ങനെയാണോ ഇപ്പം ഗുരു നമ്മളോട് പറയുന്നത്, കാണുക. നേരത്തെ നമ്മളോട് പറഞ്ഞില്ല, ബുദ്ധി കൊണ്ടൊന്നും ചിന്തിക്കാൻ പാടില്ല, ബുദ്ധി പലതും നമ്മൾ കുത്തിവെക്കും, അത് പാടില്ല എന്ന് പറയുന്ന ആ ഒരവസ്ഥ ശരിക്കും അനുഭവിച്ച ആദ്യത്തെ മൊമെൻ്റ് നമ്മുടെ ജീവിതത്തിൽ അതാണ്. അപ്പം നമ്മളതിനെ ജസ്റ്റ് കാണുകയാണ്. അപ്പം നമ്മൾ അതിൽ നിന്നൊരു തണ്ട് പോലെ മുകളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് സാക്ഷാൽ ബ്രഹ്മൻ അവിടെ ഇരിക്കുന്നു. അപ്പം നമ്മൾ അന്തിച്ചു, ഇതെവിടെ, നമ്മളെവിടെ? അപ്പം നമ്മൾ കൂടുതൽ അറിയാനുള്ളൊരു ത്വര, എവിടെയാണ് നമ്മുടെ കാഴ്ചയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു തോന്നലിൽ നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ പിന്നെ ഭഗവാന്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കാൽനഖമൊക്കെ നമുക്ക് എങ്ങനെയാണ് പറയുക, നമ്മുടെ ഈ കണ്ണിനൊന്നും പിടിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പലപ്പോഴും ഗുരു പറയത്തില്ലേ, അർജുനന് കൊടുത്ത ആ നേത്രത്തെക്കുറിച്ച് ഗുരു പറയും, പലതിലും പറയും, പല സത്സംഗങ്ങൾ നടക്കും പറയും, അത് വേണം അത് വേണം എന്ന് നമ്മുടെ അടുത്ത് പറയും. എന്തായിരുന്നു അതെന്ന് ശരിക്കും നമ്മളെ ബോധ്യപ്പെടുത്തി എടുത്തു തന്നു. പിന്നീട് നമ്മളത് ആലോചിച്ചപ്പോൾ അന്നേരം നമുക്കിതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ കാൽനഖങ്ങൾ പോലും എന്തോ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിപ്പം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആചാന ബാഹുത്വം. അപ്പം പിന്നെ ബാക്കിയുള്ളതിൻ്റെ കാര്യങ്ങൾ പറയണ്ട. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെങ്ങനെയാണോ ഒരു സാധനയിൽ കണ്ണടച്ചിരിക്കുന്ന ഗുരുവിൻ്റെ മുമ്പിൽ അതേപോലെയുള്ള പകുതി അടഞ്ഞ നയനവുമായി ആ ശയനം പൂർണ്ണമായി നമ്മൾ പിന്നെ കാണുകയാണ്. നമുക്ക് പിന്നെ ഒന്നും ലോകമില്ല, മന്ത്രമില്ല, ഒന്നുമില്ല. അപ്പോഴും എവിടെയോ ഗുരുവിൻ്റെ ശബ്ദം നമ്മളിൽ ഇങ്ങനെ ചെറുതായിട്ട് അലച്ചു വരുന്നുള്ളതായിട്ട് നമുക്കറിയാം. അത് ഒരു സെക്കൻഡോ അല്ലെങ്കിൽ എത്രയാണ് ഇപ്പം കണ്ടത് നമുക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒന്ന്
ഒന്ന് വൈബ്രേറ്റ് ചെയ്തായിട്ട് നമുക്കറിയാം. അപ്പോൾ പെട്ടെന്നൊരു ചിന്ത വന്നത്, ഇതിങ്ങനെയാണെങ്കിൽ ഭഗവാനെ ഇവൻ എവിടെയാണ്, നമ്മുടെ ചതുർബാഹു എവിടെ പോയി? ഇതാണ് നമ്മുടെ ചിന്ത വരുന്നത്. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ തെരച്ചിലാണ് ഇതിനെ വിട്ടിട്ട്. എവിടെയാണ് ചതുർബാഹു? എൻ്റെ ചതുർബാഹു. അപ്പോൾ നമ്മളങ്ങനെ തിരഞ്ഞു വരുമ്പോൾ നമ്മളെന്താ പറയുക, ഒരു ചെറിയ ഗുരുദാസ് അതിലും ചെറിയൊരു ചതുർബാഹുവിനിരുന്ന് പൂജ കഴിക്കുന്ന രംഗം നമ്മുടെ മുമ്പിലേക്ക് കയറി വരികയാണ്. നമുക്ക് താഴേക്ക് നോക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, താഴെ എവിടെയോ ഇരുന്നിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ അനുഭവത്തെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു സ്വാഭാവികതയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മളെ ഗുരുവിൻ്റെ ശബ്ദം വരുന്നു, ഇനി എല്ലാവരും ആ ചന്ദനത്തിരി കത്തിച്ച് ആ മൂർത്തിയെ, നിങ്ങളുടെ ഓരോ മൂർത്തി മുമ്പിലുണ്ട്, ആ മൂർത്തിയെ ഒന്ന് ആരതി ഒഴിഞ്ഞോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിച്ച ഏത് മൂർത്തി, എവിടെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? വലിയ കൺഫ്യൂഷനായി നമുക്ക്. അപ്പോൾ നമ്മൾ എന്തോ ഗുരു പറഞ്ഞപോലെ നമ്മൾ ചെയ്യണം. സത്യസന്ധമായി പറഞ്ഞാൽ എൻ്റെ ചതുർബാഹുവിനെയും വിട്ടു, ആ ചതുർബാഹുവിനെയും വിട്ട ഒരവസ്ഥയായിരുന്നു അന്നേരം ഗുരുദാസിൻ്റേത്. അങ്ങനെ കഴിയുന്നു. എല്ലാവരും എഴുതും. ഗുരുജി ഒരു അരണ്ട വെളിച്ചമാണ് അപ്പം ആ ഹാളിൽ നിറച്ചുള്ളത്. ഇത് കഴിയുന്ന നിമിഷം തന്നെ ഗുരു ഒരു ചെറിയ കാറ്റ് പോലെ പുറത്തേക്ക് പോവുകയാണ്. എങ്ങനെയാണ് സംഭവിച്ചതല്ല, നമ്മളും ഒപ്പമാണ്. ആ ഹാളിന് പുറത്തിറങ്ങി അവിടെ ഒരു ചെറിയ മരമുണ്ട്, അപ്പോഴും നല്ല മഞ്ഞും അങ്ങനെയുള്ള അവസ്ഥയാണ്. പെട്ടെന്ന് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഗുരുജി എന്തോ ഇത്, എന്തോ ഞാൻ ഈ കാണുന്നത്? അപ്പം പറഞ്ഞ ഉത്തരം ഇന്നും നമ്മളെ നയിക്കുന്നതാണ്. ഇന്നും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഏക ഉത്തരം അതാണ്. സാധനയിൽ ചതിയാണ്, സൂക്ഷിക്കണം. ചതിയാണ്, സൂക്ഷിക്കണം എന്നാണ് ഗുരുജിയുടെ ഉത്തരം. അത് അന്നേരത്തെ ഗുരുദാസിലുണ്ടാക്കിയ ഒരു എഫക്റ്റ് ഉണ്ട്. അതുവരെ എന്തൊക്കെയാണോ ഗുരുദാസ് കെട്ടിപ്പൊക്കിയത് അതെല്ലാം സുന്ദരമായ നീരിൽ, നമ്മുടെ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ 7 നിലയിൽ പൊട്ടി. കാരണം പിന്നീട് പല സത്സംഗങ്ങളിലും ഗുരു പറയുന്നത് നമ്മൾ ഉള്ളറിഞ്ഞിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു ചതിക്കുഴി തന്നെയാണ് ശരിക്കും സാധകനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ. കാരണം അവൻ്റെ മൈൻഡ് അവനെ അതിൽ പൂട്ടിയിടും. അവൻ്റെ മൈൻഡ് അതിനകത്തിൽ പൂട്ടിയിട്ടാൽ പിന്നെ ഒരു തമാശയ്ക്ക് നമ്മൾ പറഞ്ഞാൽ അതിൽ നിന്നുള്ള സിദ്ധികളെ തേടാനായിരിക്കും നമ്മൾ ശരിക്കും ശ്രമിക്കുന്നത്. അങ്ങനെ സിദ്ധികളെ നമ്മൾ തേടുമ്പോൾ ആ സിദ്ധിയിൽ നമ്മൾ കുടുങ്ങും. കുടുങ്ങിയാൽ നമുക്കൊരിക്കലും മുൻപോട്ട് പോക്ക്, വീണ്ടും ജന്മങ്ങൾ നമ്മൾ കടം മേടിക്കുകയാണ് ഭഗവാനിൽ നിന്ന്. അതൊന്നും ഉണ്ടാകാതെ നമ്മളെ മുൻപോട്ട് നയിക്കാനുള്ള ഒരു വലിയ ഉത്തരമായിരുന്നു ഗുരുവിൻ്റെ ആ ഉത്തരം. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു ഉണ്ണിയപ്പ കച്ചവടക്കാരനാകാതെ അല്ലെങ്കിൽ ഭസ്മം എടുത്തു കൊടുത്ത് ജീവിക്കുന്ന ഒരാളാവാതെ, ഇതൊന്നുമല്ല സത്യം, ഈ കാണുന്നതെല്ലാം ചതികളാണ് എന്ന് ഓരോന്ന് കാണുമ്പോഴും നമ്മൾ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാനുള്ള പ്രചോദനം അത് നൽകിയ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ കോത്തഗിരി യാത്ര. അപ്പോൾ ശരിക്കും ഇതെല്ലാം നമ്മൾ അനുഭവിച്ചതാണ്. പക്ഷേ ബാലജി ഇതെല്ലാം ഒരു പേനാത്തുമ്പിലേക്ക് വന്ന് അത് അക്ഷരത്തിലേക്ക് വരിക, അത് ഒരു വെളുത്ത പേപ്പറിലേക്ക് വരിക എന്നുള്ളത് ശരിക്കും ഗുരുപ്രസാദമില്ലെങ്കിൽ നടക്കുകയേയില്ല. കാരണം ഇതെല്ലാം ഒരാൾ എഴുതണമെങ്കിൽ അവന് പൂർണ്ണതയിലുള്ളൊരു സാക്ഷിഭാവം ആ സമയത്ത് ഉണ്ടാവണം. എഴുതുന്ന സമയത്ത് അവൻ എവിടെ ഇരുന്നാലും അവൻ അവിടെ നിന്നെല്ലാം വിട്ടുപോയെങ്കിൽ മാത്രമേ ഈ എഴുത്ത് പൂർണ്ണമാകത്തുള്ളൂ. ഒരു പക്ഷേ ഗുരു നമ്മളോട് ചെയ്ത ഒരു വലിയ ഫേവർ, നീ ഇതെഴുതൂ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകാം. കാരണം പല രാത്രികളിലും മണിക്കൂർ ഘടികാരത്തിൻ്റെ സൂചി നീങ്ങുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല. പലപ്പോഴും എൻ്റെ പത്നി വന്ന് ചോദിക്കാറുണ്ട്, ഉറക്കമൊന്നുമില്ലേ, ഇവിടുന്ന് വിട്ടുപോയോ എന്ന് ചോദിക്കാറുണ്ട്. ശരി, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് പിന്നെയും മണിക്കൂറുകൾ
ഇരുന്നെഴുതിയ സന്ദർഭവുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു സാധകൻ്റെ യാത്ര ശരിക്കും കാലാതീതമായ യാത്രയാണ്. ഒരുപക്ഷെ സാധനയിലേക്ക് വരുമ്പോൾ ഗുരുവിനോട് ചോദിച്ചിട്ടുള്ള മോക്ഷം എപ്പോഴാണ് നമുക്ക് കിട്ടുക എന്ന് ചോദിക്കുന്ന സാധകരുണ്ടാകാം. അവരോടൊക്കെ നമുക്ക് പറയാനുള്ള ഉത്തരം, മോക്ഷം എന്ന നിങ്ങളുടെ കൺസെപ്റ്റ് പോലും പൊളിയാൻ പോകുമ്പോൾ പിന്നെ എന്താണ് ഏത് സമയമാണ് ഗുരു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? മോക്ഷത്തെ നമ്മൾ മോക്ഷമായി കാണുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മോക്ഷം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നതുകൊണ്ട്. മോക്ഷിതനായാൽ അവൻ പിന്നെ മോക്ഷത്തെ തേടേണ്ട കാര്യമില്ല. മോക്ഷിതനാകണമെങ്കിൽ മോക്ഷത്തെ തേടുകയും വേണം. പക്ഷേ കൺസെപ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ മോക്ഷത്തിൻ്റെ കൺസെപ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. അവസാനം നമ്മൾ ഈ സത്യം മനസ്സിലാക്കും. കാലാതീതമായ യാത്രയാണ് സാധന. അതിൽ ഒരു 58 വർഷമോ ഇല്ലെങ്കിൽ ഒരു 75 വർഷമോ ഒന്നും ജീവിച്ചിട്ട് ഒന്നും ആകുന്നില്ല. ഇല്ലെങ്കിൽ എങ്ങനെയാണോ പരമഹംസർ ഒരു ശിഷ്യനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ ശിഷ്യനെ കാണുമ്പോഴും ഓരോരോ രീതിയിൽ പ്രതികരിക്കുന്നത്, അതിപ്പോൾ രാഖാലിനെ കാണുമ്പോൾ രാമകൃഷ്ണ പരമഹംസർ ഭാവസമാധിയിലേക്ക് പോകാറുണ്ട്. എന്തുകൊണ്ടാണ്? പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. രാഖാലിനുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാകാം. അങ്ങനെ അല്ല. കാരണം ഭഗവാൻ ഗീതയിൽ പറയുന്ന അർജുനോട് പറഞ്ഞു കൊടുത്തതുപോലെ, നീ കാണുന്നത് ഈ ജന്മം മാത്രമാണ്, നീ കണക്ക് കൂട്ടുന്നതും ഈ ജന്മം വെച്ചിട്ടാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. നീ കടന്നു വന്ന ജന്മങ്ങളെല്ലാം വെച്ചിട്ടാണ് നിന്നെ കണക്ക് കൂട്ടിയെടുത്തതാ ഇത് ചെയ്യ് എന്ന് ഞാൻ പറയുന്നത് പോലെ രാഖാലിൻ്റെ ജന്മജന്മാന്തര രഹസ്യമറിയുന്ന പരമഗുരു അവനെ കാണുമ്പോൾ ഭാവസമാധിയിലാകുന്നു എങ്കിൽ അതിൽ യാതൊരു അത്ഭുതവുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു ദിവ്യമായ സ്പർശനം നമ്മുടെ ഗുരുവിൽ നിന്ന് നമുക്കുണ്ടായാൽ ജന്മങ്ങൾ വേണ്ട, നിമിഷങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് പറയാനാണ്. അപ്പം ആ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളനുസരിച്ച് ജന്മങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഈ പറയുന്ന പോലെ ഏതോ ഒരു നിമിഷം സംഭവിച്ചിരിക്കാം. അതൊരു സാധകൻ്റെ കർമ്മവും അതിൻ്റെ ഫലവും ഒക്കെ അനുസരിച്ചിട്ടാണ്. അവനിലെ സാക്ഷിഭാവം എത്രത്തോളം പൂർണ്ണതയിലെത്തുന്നു അത്രത്തോളം അവൻ്റെ സമയം കുറച്ച് അവന് കൊടുക്കും ഗുരു. അപ്പം അങ്ങനെ തീർച്ചയായിട്ടും ഓരോ സാധകനും ഇങ്ങനെയുള്ള യാത്രകൾ ഉണ്ടാകട്ടെ. ഈ യാത്രയിൽ എഴുത്തിനെക്കുറിച്ച് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എഴുത്ത് സംഭവിച്ചതാണ്. നേരത്തെ നമ്മുടെ സത്സംഗത്തിൽ ഗുരു നമ്മളോട് ചോദിച്ചില്ലേ, എങ്ങനെയാണ് ഗുരുവിനെ പ്രതിനിധാനം ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. നമ്മൾ ഗുരുവിനെ പ്രതിനിധാനം ചെയ്യുകയല്ല ശരിക്കും ചെയ്യുന്നത്, നമ്മളിലൂടെ ഗുരുവിനെ പ്രതിനിധാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനൊരു ഉപാധിയായി നമ്മൾ മാറുന്നുവെങ്കിൽ അത് തന്നെ പരമമായ ഭാഗ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു യാത്ര. അപ്പോൾ എഴുത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും ചെറിയ കാര്യമല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അനുഭവിക്കാം, പക്ഷേ ആ അനുഭവത്തെ ഒരു എഴുത്താക്കി മാറ്റണമെങ്കിൽ പൂർണ്ണമായും സാക്ഷിത്വം നമ്മളിലേക്ക് വന്നെങ്കിലേ പറ്റൂ. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അറിഞ്ഞറിയണം. നമ്മളല്ല എഴുതുന്നത്. നമ്മളിരിക്കുന്ന നിമിഷവും നമ്മൾ എഴുതുന്ന സമയവും നമ്മൾ എഴുതുന്നതിൻ്റെ മാറ്ററും ഒന്നും തീരുമാനിക്കുന്നത് നമ്മളല്ല. അതേതോ ഒരു ശക്തി ഗുരുവിലൂടെ നമ്മളിൽ പ്രവർത്തിച്ച് ഈ കാലത്തിനത് ആവശ്യമായിരുന്നു എന്ന ധാരണയിൽ അല്ലെങ്കിൽ എന്ന വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി നമ്മളെയും കൊണ്ട് ആ അക്ഷരത്തിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും എന്നിൽ നിന്നും എന്നിലേക്കുള്ള യാത്രയിൽ ഇങ്ങനെയുള്ള എഴുത്തുകൾ ഉണ്ടാകട്ടെ. ഉണ്ടാകുമ്പോൾ അത് എന്നിൽ നിന്നുണ്ടായി എന്നല്ല, എനിക്ക് വേണ്ടി, എൻ്റെ ഉള്ളിലെ എനിക്ക് വേണ്ടി, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്നിലെ ഞാൻ തരുന്നതാണ് അതെന്നറിയാൻ എന്നെ ഗുരു സഹായിക്കണം. അങ്ങനെ സഹായിച്ചാൽ മാത്രമേ ആ യാത്ര പൂർണ്ണമാവുകയുള്ളൂ എന്ന ധാരണയിൽ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളെക്കുറിച്ച് എഴുതണം. അങ്ങനെ എഴുതി ആ അനുഭവങ്ങൾ ഈ ലോകത്തിന് മുഴുവൻ, ഇന്ന് കുട്ടികൾക്ക് ലഹരി മരുന്ന് കിട്ടുന്നതിന് പകരം നാളത്തേക്ക് വരേണ്ട തലമുറയുടെ കൈകളിൽ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ചെന്നുപെടട്ടെ. എല്ലാവരും എഴുതണം. എഴുതി അങ്ങനെയുള്ള പുസ്തകങ്ങളിലൂടെ ശരിക്കുള്ള അന്വേഷണം, നേരത്തെ ഗുരു പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സുഖം നമുക്ക് തരുന്നു എങ്കിൽ
ആ സുഖത്തിനെ പിടിച്ചു നിൽക്കുന്നതല്ല ശരിക്കുള്ള പോക്ക്. അതിനെ വിടുവാൻ, ഇല്ലെങ്കിൽ കുരങ്ങിൻ്റെ അവസ്ഥയാകും. അങ്ങനെ ആകാതിരിക്കാൻ ഗുരു കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ ഓരോരുത്തരെയും. അടുത്ത സമൂഹം കൂടി ഈ സാധനാ പാത്തിലേക്ക് വരും. വിവിധ സാധനാ പാത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്റർ ഏറ്റവും വലിയ പ്രത്യേകത അന്നും ഇന്നും ഞാൻ കണ്ടത്, നമ്മൾ നമ്മളെ പരിപോഷിപ്പിക്കുകയല്ല ഒരിക്കലും ചെയ്യുന്നത്. ഇവിടെ അറിയാതെ കിടക്കുന്ന, തേടുന്നവർക്ക് പോലും അറിയാതെ കിടക്കുന്ന ഒരുപാട് സാധനാ മാർഗങ്ങളുണ്ട്. അതിലെ ഒരു മാർഗമാണ് നാളെ പൂർത്തീകരിക്കാൻ പോകുന്നതും ശരയോഗം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സന്യാസിമാർ ഒളിച്ചിരിക്കുന്ന ഒരു വലിയ സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. അവരെ ഓരോരുത്തരെയും ചികഞ്ഞെടുത്തുകൊണ്ടുവന്ന് ഈ സമൂഹത്തിന് പ്രദാനം ചെയ്യുക എന്ന കാലാതീതമായ കർത്തവ്യമാണ് ഗുരു നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അടുത്തൊരു ലോകത്തിന് ഈ മയക്കുമരുന്ന് പോലെയുള്ള ഈ ഏറ്റവും ഉപദ്രവകാരികളായ, അവൻ്റെ യാത്രയെ ഏറ്റവും കെടുത്തുന്ന വസ്തുക്കളിൽ നിന്നും പൂർണ്ണമായും മോചനം തേടി അവൻ ആ സത്യത്തെ തേടട്ടെ. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾക്കും അതിൻ്റെ ശബ്ദങ്ങൾക്കും പകരം ബുദ്ധൻ്റെ മൗനവും ബുദ്ധൻ്റെ ചിരിയും അവന് പ്രചോദനമായി മാറട്ടെ എന്നാണ് ഓരോ സാധകരോടും ഒരു സമക്ഷത്തിൽ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ആയിത്തീരും എന്നുള്ള കാര്യത്തിൽ ഗുരുദാസിന് യാതൊരു സംശയവും ഇല്ല. കാരണം മുമ്പിൽ ഗുരുവുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നമ്മുടെ യാത്ര. ഹരിയും. ഗുരുദാസി, നമ്മൾ സാധകർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആകാംക്ഷയാണ് അടുത്ത ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഗുരുദാസിയുടെ ചെറുപ്പകാലം, ആ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തുടക്കമെല്ലാം 20-25 വയസ്സുള്ളപ്പോഴേ ഡൽഹിയിലായിരുന്നല്ലോ, തലസ്ഥാന നഗരിയിലായിരുന്നു കൂടുതലും വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഹിന്ദി ഭാഷ നല്ലവണ്ണം കൈകാര്യം ചെയ്യാൻ നമുക്കറിയാം, അങ്ങയുടെ ആ അവിടുത്തെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്. അപ്പം നമ്മുടെ മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ മന്ത്ലി സത്സംഗത്തിൽ ആദ്യത്തെ സെഷൻ ഗുരുദാസ്ജിയുടെ ഒരു എക്സ്പ്ലനേഷനാണ്. കബീർദാസിൻ്റെ ദോഹ ആയിക്കോട്ടെ, മീരാ ഭജൻ ആയിക്കോട്ടെ, സൂർദാസിൻ്റെ ദോഹ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻ അങ്ങ് പറയുന്നുണ്ട്. അങ്ങേക്ക് ഹിന്ദി നല്ലവണ്ണം അറിയാം, അത് നല്ല രീതിയിൽ വായിച്ചാൽ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സംശയം, ആ ദോഹ അല്ലെങ്കിൽ ആ കവിത അല്ലെങ്കിൽ ഭജനയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹിന്ദി എന്ന് പറയുന്ന ഭാഷ മാത്രം മതിയോ? അതറിഞ്ഞാൽ മാത്രം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ? ഏറ്റവും രസകരമായ ഒരു ചോദ്യമാണ് പാരി ചോദിക്കുന്നത്. കഴിഞ്ഞ ദോഹ വെറും 9 വരികളായിരുന്നുള്ളത്. മീരഭജനാണ്. നമ്മൾ 50 മിനിറ്റോളം അതിൻ്റെ വിശദീകരണം പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഗുരുവിനോട് പോയി ചോദിച്ചു, കണ്ടോ ഗുരുജി, ഇതാണ് കവിത, നമ്മൾ എന്താണ് പറയേണ്ടത്? ഹിന്ദി ഭാഷ എന്നോട് പറയുന്നു, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ ഹിന്ദിക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകന് 10 മിനിറ്റത്തെ ക്ലാസ്സാണ് ഈ ദോഹ. അതിനപ്പുറത്തേക്ക് അവന് പറയാനില്ല. അവൻ ഹിന്ദി ജന്മഭൂമിയിൽ ജനിച്ച് ഹിന്ദിയിൽ നമ്മൾക്ക് എങ്ങനെയാണോ മലയാളം അതുപോലെയുള്ള ഒരു വ്യക്തിയാണ് ആ ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ് 10 മിനിറ്റ് പോലും എടുക്കണ്ട. നമ്മളെങ്ങനെയാണ് 50 മിനിറ്റ് അതിൻ്റെ വിശദീകരണം നൽകുന്നത്? അപ്പോൾ ഭാഷ ഒന്നേ ഉള്ളൂ. ദേവഭാഷയായ സംസ്കൃതമായാലും അതിനോട് ഒട്ടി നിൽക്കുന്ന ഹിന്ദി ആയാലും മലയാളമായാലും അല്ലെങ്കിൽ ദ്രാവിഡ ഭാഷകൾ ഏതായാലും ഏതോ ആയിക്കോട്ടെ, ഭാഷകൾ അനവധിയുണ്ട്. പക്ഷേ സാധകൻ ഒരേ ഒരു ഭാഷയുള്ളൂ, അത് സാധക ഭാഷ തന്നെയാണ്, ധ്യാനത്തിൻ്റെ ഭാഷ. ഹിന്ദി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ്സിൽ ഒരേ ഒരു വിഷയത്തിനാണ് ഗുരുദാസ് തോറ്റത്, അത് ഹിന്ദിക്കാണ്. അത് ചരിത്രമാണ്. കാരണം അന്നും അതിനു മുമ്പും പിൻപും ഇതുവരെ തോറ്റിട്ടില്ല ഒന്നിൽ. അപ്പോൾ ഹിന്ദിക്ക് 18 മാർക്ക് കിട്ടേണ്ടടുത്ത് 15 മാർക്ക് കിട്ടി തോറ്റ ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഹിന്ദിയെ വെറുത്തു. പക്ഷേ
എനിക്ക് എൻ്റെ കുഞ്ഞമ്മയെ വിവാഹം കഴിച്ച ഒരു തന്ത്രി, നല്ല പ്രമുഖനായൊരു തന്ത്രി ഉണ്ടായിരുന്നു, ഒരു അപ്പൂപ്പൻ. അപ്പോൾ എന്നോ ഒരിക്കൽ ഇങ്ങനെ ഞങ്ങൾ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ കഥ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഉപേക്ഷിക്കാൻ പാടില്ല, ഒന്നിനെ ഉപേക്ഷിക്കാൻ പാടില്ല. അന്ന് പക്ഷേ നമ്മൾ ഈ ഒരു വ്യാഖ്യാനം നമുക്ക് അതിനുള്ളതെന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം. ഞാൻ ചോദിച്ചു അതെന്താണ്? പറയില്ല, ഞാൻ RMS വർക്ക് ചെയ്യുന്നത്, റെയിൽവേയിൽ RMS വർക്ക് ചെയ്യുന്നത്. ഞാൻ കാശ് സമ്പാദിച്ച് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? KSRTC തരുന്ന പഴയ ടിക്കറ്റുകൾ 5 വർഷം ഞാൻ കളക്ട് ചെയ്ത് വെച്ചു. 5ാമത്തെ വർഷം KSRTC ഒരു അഡ്വർടൈസ്മെൻ്റ് ഇട്ടു, കഴിഞ്ഞ 5 വർഷത്തെ ടിക്കറ്റുകൾ മാക്സിമം തരുന്ന ആൾക്ക് ഞങ്ങൾ ഇത്ര രൂപ കൊടുക്കും എന്നൊരു അഡ്വർടൈസ്മെൻ്റ് ഇട്ടു. അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് കാശ് മേടിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് നീ ഇതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല എന്നൊരു വലിയ നിർദ്ദേശം അദ്ദേഹം തന്നു. അങ്ങനെ നമ്മൾ ആ നിർദ്ദേശം ഉള്ളിലെടുത്തെങ്കിലും ഹിന്ദിയോട് നമുക്ക് ഉള്ളിലൊരു വിരോധമുണ്ടായിരുന്നു. കാരണം ഇതാണ് നമ്മൾ ഈ റെഡ് മാർക്ക് മേടിച്ചത്. അന്ന് രക്ഷപ്പെട്ടു പോയത് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. മലയാളത്തിലൊക്കെയുള്ള നമ്മുടെ ഒരു പ്രാവീണ്യം വെച്ചിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോയത് ഇംഗ്ലീഷിൽ. അപ്പോൾ അങ്ങനെ ഒരു വിരോധമുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ ജോലിയായി, എങ്ങനെയാണോ ഒരു 10, 20 അല്ലെങ്കിൽ 22 വയസ്സുള്ള ഒരു യുവാവ് ജീവിക്കേണ്ടത്, അതിൻ്റെ എല്ലാ അതിർത്തികളും കണ്ടു തന്നെയാണ് നമ്മൾ ആർഭാടത്തിൽ പോയിട്ടുള്ളത്. കാരണം സ്വന്തമായി ജോലി ഉണ്ടായിരുന്നു, കാശ് അച്ഛൻ ചോദിക്കില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ചിലവാക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രായത്തിൽ പെട്ടെന്നാണ് ഇവൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ അച്ഛനും ചേട്ടനും കൂടി നമ്മളെ ചേട്ടൻ്റെ സ്ഥലമായ ഡൽഹിയിലേക്ക് കെട്ടിക്കുകയാണ്. ശരിക്കും കെട്ടിക്കുന്നു എന്നുള്ള വാക്ക് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു രീതിയിൽ നമ്മളിത് അറിഞ്ഞതോ അല്ലെങ്കിൽ അതിനോട് അനുകൂലിച്ചതോ അല്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്താ പറയുക, നീന്താൻ അറച്ചു നിന്നവനെ പിടിച്ച് കടലിലിടുന്ന അനുഭവമാണ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ. പക്ഷേ അവിടെ ഒരു ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിളുണ്ട്, കൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. എങ്ങനെയാണോ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം പണിയെടുപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈസ്റ്റ് ഡൽഹിയിൽ ചില്ല എന്ന് പറയുന്ന സ്ഥലത്താണ്, മയൂർ വിഹാർ ഫേസ് 1 ഇത് നിൽക്കുന്നത്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഗുരുവായൂരെ കൂട്ട് തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഹിന്ദി പഠിക്കാൻ പോകുന്നത് ഈ അമ്പലത്തിലാണ്. കാരണം നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവിടെ ഉച്ചയ്ക്ക് സദ്യയുണ്ട്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെയാണ് നമ്മളവിടെ പോയി ഈ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞു കൂടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ രൂപപ്പെടുത്തും. അന്ന് എവിടെയായാലും അങ്ങനെ അവിടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകുന്നു. അപ്പോൾ ചേട്ടനാണ് നമ്മളെ ഡൽഹിയിൽ കൊണ്ടുപോയത്. അപ്പം നമ്മുടെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു സങ്കല്പം, അവിടെ ചെറിയച്ഛന്മാർ 2-3 പേരുണ്ട്. അപ്പോൾ ഇവരുടെ ആരുടെയും കൂടെ നമ്മളെ നിർത്തും. നമ്മൾ ഹിന്ദി പഠിക്കുന്നിടം വരെ നമുക്ക് സുഖമായി അവിടെ നിൽക്കാം. അപ്പോൾ NIT കമ്പ്യൂട്ടർ ഡിപ്ലോമയ്ക്ക് നമ്മളെ ചേർക്കുന്നു. അപ്പോൾ അതും സന്തോഷം, അതിന് പോകുന്നു, തിരിച്ചിവിടെ വരുന്നു, കൂട്ടുകാരായി കൂടി നടക്കാം. ഇതൊക്കെയായിരുന്നു നമ്മുടെ വിചാരം. ഇന്നും ഒരു ഗുരുസ്മരണയോടുകൂടി മാത്രമേ എനിക്ക് ചേട്ടനെ ഓർക്കാൻ പറ്റൂ, എന്തൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ടായാലും. കാരണം 1 മാസത്തേക്ക് 500 രൂപ ചിലവിന് കൊടുത്തിട്ട് അദ്ദേഹം അങ്ങ് പോയി. അതിലും കൂടെ ഞാൻ ഓർക്കുന്ന എൻ്റെ ഒരു ചെറിയച്ഛനുണ്ടായിരുന്നു അവിടെ. അദ്ദേഹം കാലം ചെയ്തു പോയി. എങ്കിൽ പോലും രാവിലെ അവിടെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഉണ്ട്. ഈ ഹിന്ദുസ്ഥാൻ ടൈംസ് എടുത്ത് നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് 3 പേജുകൾ കാണും, സിറ്റുവേഷൻ വേക്കൻറ്റ്. ഈ 3 പേജുകളും നമ്മൾ ഇരുന്നിട്ട് നമുക്ക് അനുയോജ്യമായത് അണ്ടർലൈൻ ചെയ്യണം. അതിൽ ഫോൺ നമ്പർ കാണും, അതെടുക്കുക, ഈ സ്ഥലം നോട്ട് ചെയ്യുക. ഇതെവിടെയാണെന്ന് പോലും ചെറിയച്ഛൻ പറഞ്ഞു തരില്ല. നമ്മൾ നേരെ മയൂർ ഫേസ് 1 ബസ് സ്റ്റാൻഡിൽ ചെന്നു. ഇവിടുത്തെ ബസ് സ്റ്റാൻഡല്ല, ഒരു ചെറിയ കട പോലൊരു സാധനമുണ്ട്, ഒരു പെട്ടിക്കട. അതിലൊരാളിരിക്കും, അദ്ദേഹമാണ് അവിടെ അത് നിയന്ത്രിക്കുന്നത്, വേറെ ആരുമില്ല അവിടെ. അദ്ദേഹത്തോട് നമ്മൾ ഈ ലിസ്റ്റ് കാണിക്കും. ഇപ്പം സ്ഥലം അദ്ദേഹം നോക്കും, അദ്ദേഹം ഇപ്പുറത്തെ നമ്പർ എഴുതി തരും, ബസ്സിൻ്റെ നമ്പർ. ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് ഒട്ടും സംസാരിക്കാൻ അറിയില്ല. ആകെ നമ്മുടെ ഇതിനകത്തുള്ളത് മലയാളം മാത്രമാണ്. മലയാളത്തോടുള്ള സ്നേഹവും ഹിന്ദിയോടുള്ള വെറുപ്പും. അവസാനം ശരിക്കും പറഞ്ഞാൽ 6 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ട് പൈസ കയ്യിലെടുക്കാനില്ലാതെ. ഇൻ്റർവ്യൂവിന് പോയി തന്ന പൈസ തീർന്നു പോയി, റേഷൻ. അങ്ങനെ തിരിച്ച് നടന്നിട്ടുണ്ട് ഡൽഹിയിലൂടെ. 25 പൈസ കയ്യിൽ ബാക്കി വന്നു വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട്, അവിടെ പീനക്കപ്പാനി എന്ന് പറയും, അത് കുടിച്ചിട്ട് നമ്മൾ ആ രാജവീതിയിലൂടെ നടന്ന് കാഴ്ചകൾ കണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ചെറിയച്ഛൻ ചോദിച്ചു പോയത് ഇപ്പോഴും ഞാൻ മറക്കത്തില്ല, ഏത് സിനിമയാണ് നീ കണ്ടിട്ട് വരുന്നത്? ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരിക്കലും കറസ്പോണ്ടൻസിലൂടെ നീന്താൻ പഠിക്കില്ലെന്ന് പറയും. പക്ഷേ നമ്മളെ കുളത്തിലെടുത്തിട്ടാൽ നമ്മൾ നീന്തും.
അതിനാരും നമ്മളെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ന് പറയുന്നത് പോലെ ഹിന്ദി മഹാസമുദ്രത്തിൽ നമ്മൾ ചെന്നുപെട്ടപ്പോൾ 3 മാസം കൊണ്ട് നമ്മൾ ഹിന്ദി പഠിച്ചു. 15 വർഷമായി അവിടെ സ്ഥിരതാമസമുള്ള ചെറിയമ്മയ്ക്ക് ഹിന്ദിക്കാർ വന്നാൽ നമ്മളെ വിളിച്ച് ഹിന്ദി സംസാരിച്ച് കാര്യം പറഞ്ഞു കൊടുക്കണം എന്ന് അവർ നമ്മളോട് പറയുന്ന ഒരവസ്ഥ 3 മാസം കഴിഞ്ഞപ്പോൾ വന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് അതിനകത്ത് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഗുരുവായൂരപ്പൻ നമ്മളെ ആ കാര്യത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം അന്നത്തെ അവിടുത്തെ വിളമ്പും കഴിപ്പും എല്ലാം അവിടെ ആയിരുന്നു. എല്ലാം എന്ത് വിശേഷമുണ്ടെങ്കിലും അവിടെ അന്നദാനമുണ്ട്, നമ്മൾ പോവുക, അതിൽ പൂർണ്ണമായി സഹകരിക്കുക, പൂർണ്ണമായി കഴിക്കുക, ഇതൊക്കെയായിരുന്നു. അപ്പം അങ്ങനെ ഡൽഹിയിലെ ജീവിതം വല്ലാത്തൊരു സ്നേഹം ഈ 5.5 വർഷം കൊണ്ട് ഹിന്ദിയോട് നമുക്ക് സമ്മാനിച്ചു. അപ്പോൾ ഏത് ഹിന്ദി സിനിമയൊന്നും നമ്മൾ കാണാൻ പോവില്ല, ഡൽഹിയിൽ ഇത്രയും വർഷം താമസിച്ചിട്ട് ഒരു സിനിമയും ആ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഡൽഹിയിൽ വരുന്ന ഈ ഹിന്ദിയിൽ വരുന്ന ഇതിൻ്റെ ഹിന്ദുസ്ഥാൻ ടൈംസിലൊക്കെ വരുന്ന സിനിമാ കഥകളും അങ്ങനെയുള്ളതെല്ലാം നമ്മൾ വായിക്കും. വായിച്ച് അങ്ങനെ ഈ ഹിന്ദി എപ്പോഴോ ഇതിൻ്റെ ഒരു എൻ്റെതായിട്ട് നമ്മൾ പറഞ്ഞാൽ മലയാളി കുട്ടികളെക്കാട്ടിൽ കൂടുതൽ ഹിന്ദിക്കാർ കുട്ടികൾ നമുക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അവർ നമ്മളോട് പറയും, സാർ ഇംഗ്ലീഷ് പറയണ്ട, ഹിന്ദി പറഞ്ഞാൽ മതി എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഹിന്ദി കൊണ്ടെത്തിച്ചു. അവിടെ എന്തിനു പറയുന്നു, സാറ് റെൻ്റ് തരണ്ട, ഞങ്ങളുടെ ഒരു റൂമിൽ താമസിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ 6 മാസം താമസിച്ച ചരിത്രമുണ്ട്. ആ കുട്ടിക്ക് ട്യൂഷൻ എടുക്കണം, അതാണ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഈ ഹിന്ദി നമ്മളിലേക്ക് എത്തി. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്നിനെയും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല, വെറുക്കാൻ പാടില്ല. കാരണം ഇതെപ്പോഴാണ് നമുക്ക് ഉപകാരം വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഹിന്ദി നമ്മളിലേക്കായി കഴിഞ്ഞു. പക്ഷേ സ്വാഭാവികമായി ഇവിടെ വന്നു വീണ്ടും ഒരു 6 വർഷം ജോലി ചെയ്തു. പിന്നെ 18 വർഷം നമ്മൾ KSRTC ചെയ്യുന്നു. ഹിന്ദി നമ്മളിൽ നിന്ന് വീണ്ടും പഠിക്കിറങ്ങി. അപ്പോൾ നമ്മൾ സാധനയിൽ വരുന്നു. വീണ്ടും 14 വർഷം കഴിയുമ്പോഴാണ് ഗുരുജി ഒരു ദിവസം പറയുന്നത്, ഹരിച്ചേട്ടാ ഇന്നൊരു ജോലിയുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും അവിടുത്തെ സേവന കർമ്മങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കുമെന്നാണ്. അപ്പം പറയുന്നു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിന്ന് ഹരിച്ചേട്ടൻ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടായൊരു വികാരം ഒരിക്കലും വേറെ ആർക്കും ഇനി ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് നമുക്ക് പറയാറുള്ളത്. പക്ഷേ ഒരു നിമിഷം അങ്ങനെ നമുക്ക് തോന്നിയെങ്കിലും ഇത് ഗുരുവല്ലേ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ ഗുരു പറയുമ്പോൾ അതിനൊരു എതിർവാക്ക് നമ്മുടെ കയ്യിലില്ല. കാരണം ചെയ്യുക എന്നുള്ളതാണ് പിന്നത്തെ പ്രവൃത്തി. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ നമ്മൾ അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ 1-2 ആഴ്ച മുമ്പ് കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻ എടുക്കുന്നു. പ്രിപ്പറേഷൻ എന്താണ്, യൂട്യൂബ് നോക്കും. അപ്പോൾ ഇതിലിങ്ങനെ ഇതിൻ്റെ ആലാപനം കുറേ നേരം കേൾക്കുക, പിന്നെ ഇതിൻ്റെ അർത്ഥങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക, ഇതൊക്കെ നോക്കുക. ഇതൊക്കെ നമ്മൾ ബുക്കിൽ കുറിച്ച് വയ്ക്കും. നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ സത്സംഗം തുടങ്ങിയാൽ ഈ ബുക്കും കൊണ്ട് വലിയ ഉപയോഗം പിന്നെ വരാറില്ല, ഹിന്ദി കൊണ്ട് ഒട്ടും വരാറില്ല. കാരണം ആലോചിച്ച് നോക്കിയാൽ കബീർ പറയുന്നു, നീ നിൻ്റെ വീടിനെ കത്തിക്കണം. അപ്പം ആപ്കാ മക്കാൻ കോ ജലാവോ, ഇതാണ് പറയുന്നത്. സ്വാഭാവികം കേൾക്കുന്ന ഒരാൾക്ക് ഇവൻ എന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നാം. പക്ഷേ നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ നശ്വരതയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാമെങ്കിൽ, നമ്മൾ അതിനെ കത്തിക്കണോ എന്ന് ആലോചിക്കും. സ്വാഭാവികമാണത്. പക്ഷെ അതിനെക്കുറിച്ച് ബോധമില്ലെങ്കിൽ നമ്മൾ ഉടനെ അതിനെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചേക്കാം. എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കബീർ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും കത്തിക്കും, അല്ലെങ്കിൽ കത്തിക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യും. കാരണം ഈ വീട് കത്തിച്ചാൽ മാത്രമേ ശരിയായ വീടിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. നേരത്തെ പറഞ്ഞാൽ 1000 താരങ്ങൾ കാത്തിരിക്കുന്ന പ്രകാശമാനമായ ആ സാധനയുടെ പ്രണയ കുടീരത്തിലേക്ക് നമുക്ക് ചേക്കേറണമെങ്കിൽ നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ വീട്ടിൽ, ഇല്ലേ? നമ്മുടെ ചുറ്റും നമ്മുടെ ഈ വീടിനെക്കുറിച്ച് നമുക്കുള്ള സങ്കല്പം തന്നെ അതാണ്. അതിൻ്റെ നിറത്തിൽ, അതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൽ, അതിൽ താമസിക്കുന്നവരിൽ, അല്ലെങ്കിൽ അതെന്താ പറയുക, അതിലുള്ള ദൈനംദിന കർമ്മങ്ങളിൽ എല്ലാം നമ്മൾ സങ്കല്പങ്ങൾ വെച്ച് കൂട്ടുകയാണ്. അതിൻ്റെ ഉപരിതല സൗന്ദര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പോലെ, അല്ലേ? ഒരിക്കലും നമുക്ക് ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല ഈ ചങ്ങലകളിൽ നിന്നും ഭേദിച്ച്.
പക്ഷേ കബീർ നമ്മളോട് പറയുന്നു, നീ കത്തിക്ക്. നീ കത്തിച്ചില്ലല്ലോ, കത്തിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് മാത്രമേ നീ ആലോചിക്കുന്നുള്ളൂ. നീ കത്തിക്ക്. ജലാവോ എന്നാണ്. അപ്പോൾ കത്തിക്കൂ, പിന്നെയാണ് ബാക്കി. അങ്ങനെ നമ്മൾ ഇതിനെ കത്തിക്കണമെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ടാവണം. നമ്മുടെ ആകെ സ്വത്താണ് നമ്മൾ കത്തിക്കുന്നത്. ആകെ സ്വത്ത് എന്ന് ഗുരുദാസ് പറയുമ്പോൾ 10-50 വർഷം പിന്നിട്ടൊരാൾ അന്ന് വരെ ഉണ്ടാക്കി വെച്ച സങ്കല്പത്തിൻ്റെ മണിമാളികയാണ് കത്തിക്കാൻ നമ്മളോട് പറയുന്നത്. അങ്ങനെ കത്തിക്കണമെങ്കിൽ അവനൊരു ഊർജം എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ടാവണം. ഒരിക്കലും നാശമില്ലാത്ത ഒരു ഊർജത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം അവനിലേക്ക് വരുന്നുണ്ടാവണം. അതവൻ്റെ ഗുരുവായിരിക്കും, ഒരു സംശയമല്ല. അപ്പം നമ്മൾ അതിനെ കത്തിക്കുമ്പോഴാണ് ശരിക്കുമുള്ള പ്രകാശത്തിലേക്ക്, ആ പ്രണയ കുടീരത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ആ പ്രണയ കുടീരത്തിൽ നേരത്തെ കണ്ട ചതുർബാഹുവിൻ്റെ ശംഖനാദമുണ്ടാകും. നമ്മളിലെ സ്വഭാവങ്ങളെ, കാമാസക്തിയാകട്ടെ അല്ലെങ്കിൽ എന്തുമാകട്ടെ, അതിനെയെല്ലാം അരിച്ചു കളയുന്ന, അതിൻ്റെ തല ഖണ്ഡിച്ചു കളയുന്ന ചക്രമുണ്ടാകും അതിൽ, ഇല്ലേ? നമുക്ക് തന്നെ മർമ്മപ്രഹരങ്ങൾ തരുന്ന ഗതയുണ്ടാവും. ഇതെല്ലാം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ആ സഹസ്ര പുഷ്പം എടുത്ത് കാണിക്കുമ്പോൾ ഇതാ നിനക്കുള്ളത് എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്. എപ്പോൾ? നമ്മൾ കുറേ ഇമാജിനേഷൻസിലൂടെ ഉണ്ടാക്കിയെടുത്ത സാങ്കല്പികമായ ഈ വലിയ സൗധം പൊളിച്ചു കളഞ്ഞാൽ മാത്രം. അപ്പോൾ അത് കബീർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് ശങ്കിക്കുന്നത്? നമ്മളവിടെ എന്ത് ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമ്മളെ അവിടെ അതിന് പിടിച്ചിരിക്കുന്ന ഗുരുവിൻ്റെ അനുഗ്രഹമാണ് പിന്നെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഹിന്ദി എവിടെ പോയി? ഹിന്ദി ഇല്ല ഇതിനകത്ത്. ഹിന്ദി, മലയാളം അറിയാൻ വയ്യാത്ത ഒരാളും ആ ഭാഷ കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന് സാധനയിൽ മുഴുകും. എന്തു മനസ്സിലാക്കിയിട്ടാണ്? അതിലെന്തോ ഉണ്ട്, താൻ തേടുന്ന എന്തോ ഉണ്ട് എന്ന ഒരു സങ്കല്പം അവനിൽ ഉദിക്കും പെട്ടെന്ന്. അങ്ങനെയാണ് അവൻ അതിനകത്ത് മുഴുകിപ്പോകുന്നത്. അപ്പം അങ്ങനെ ഭാഷയ്ക്കതീതമായി ഉള്ള ഒരു ഭാഷ പഠിക്കുവാൻ ഒരു ഉപാധിയായി ഹിന്ദി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് സത്യമാണ്. എന്നാൽ ആലോചിക്കണം, ഈ പറയുന്ന ഒരു ദോഹയും ശുദ്ധമായ ഹിന്ദിയിലല്ല, എല്ലാം ഗാവ് ഭാഷയാണ്. അപ്പം ശുദ്ധമായ ഹിന്ദി അതിനകത്തിലില്ല. മീര പാടി നടന്നത് മുഴുവൻ ശുദ്ധമായ ഗ്രാമീണ ഭാഷയിലാണ്. കാരണം അവൾക്കതേ ഉള്ളായിരുന്നു അവളുടെ സ്വത്തായിട്ട്. അതിനെ തൻ്റെ കണ്ണനെ കാണാൻ അത് പൂർണ്ണമായി ഉപയോഗിച്ചപ്പോൾ ഇങ്ങേയറ്റം ഇരിക്കുന്ന ഗുരുദാസനും ആ അംശത്തിൻ്റെ ഏതോ ഒക്കെ പിടികിട്ടുന്നു എന്നുള്ളതാണ് സത്യം. അതും ഗുരു അനുഗ്രഹത്താൽ മാത്രം. അതുകൊണ്ടാണ് ആ ഒറ്റക്കമ്പിനാദം ഇന്നും എല്ലാവരിലും മുഴങ്ങുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ദോഹ വിട്ടു, ഇല്ലേ? നമ്മൾ ദോഹ തുടങ്ങുമ്പോൾ എന്തിനെയാണോ നമ്മൾ വിവരിക്കാൻ ശ്രമിച്ചത്, ആ 10 ലൈൻ നമ്മൾ ഇന്ന് പോയി. ഇങ്ങോട്ട് എൻട്രി ഉണ്ടായിരുന്നു, ആ ടിക്കറ്റ് ഹിന്ദിയുടെ ടിക്കറ്റ് ആയിരുന്നെങ്കിൽ ആ ടിക്കറ്റും പോയി. പിന്നെ നമ്മൾ ഓരോ കൗണ്ടറിലും കാണിക്കുന്നതെല്ലാം നമ്മുടേതായ ടിക്കറ്റുകളാണ്. ലോകത്ത് എല്ലാവർക്കും, സാധകർക്കെല്ലാം കിട്ടുന്ന ഒരേ ഒരു ടിക്കറ്റ് സമർപ്പണം. ഇത് നമ്മൾ കാണിക്കുകയാണ് എല്ലായിടവും. അപ്പോൾ അവർ തൊഴുതുകൊണ്ട് നമ്മളെ കയറ്റി വിടുകയാണ്, ഈ പടി കയറിപ്പൊക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീര പറയുന്നത് പോലെ അവൻ വരും. അവൻ വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അവനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഭഗവാൻ നമ്മളെ ജീവിച്ച് കാണിച്ചു തന്നു. ഞാൻ ജനിച്ച കുലം അത്ര നല്ല കുലമല്ല. എൻ്റെ അനുഭവങ്ങൾ, സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല, ജനിച്ചത് തടവറയിൽ. മോഷ്ടാവ് എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാനെ പോലും മോഷ്ടിച്ച രീതിയിലാണ് കൊണ്ടുപോകുന്നത് വസുദേവർ. ലോകമറിയാതെയാണ് കൊണ്ടുപോകുന്നത്. സ്വന്തം അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ഭാഗ്യമില്ലാത്ത കുഞ്ഞാണ് ഭഗവാൻ. എന്നിട്ടോ 18 വർഷത്തോളം അല്ലെങ്കിൽ അത്രയും കാലാവധി തൻ്റെ അച്ഛനോടോ അമ്മയോടോ ഒരു രീതിയിൽ ബന്ധപ്പെടാനാകാതെ ആ കുട്ടി ജീവിച്ചു. ആ കുട്ടി ജീവിച്ചപ്പോഴോ എല്ലാം പ്രതിബന്ധങ്ങളാണ്.
എത്ര പ്രാവശ്യമാണ് ഉണ്ണികൃഷ്ണനെതിരെ വധശ്രമം നടന്നത്, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ ഭാവത്തിൽ. എന്തായിരുന്നു കള്ളൻ എന്നൊരു പേരല്ലാതെ എന്തുണ്ടായിരുന്നു ഭഗവാൻ സ്വന്തമായിട്ട്? ആ പ്രതിസന്ധിക്കിടയിലും തൻ്റെ ലോകർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, ഈ പ്രതിസന്ധികളൊന്നും എനിക്ക് പ്രശ്നമല്ല, എൻ്റെ ഒരു കുഞ്ഞു വിരൽ മതി, കയറുന്നില്ല, ഏത് ദേവേന്ദ്രനും മാറി നിൽക്കട്ടെ എന്ന് പറയാൻ നമുക്കും കഴിയണം. കാരണം നമ്മൾ അനുഭവിക്കുന്ന ഈ നമ്മൾ പറയുന്ന കഷ്ടതകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭഗവാൻ അനുഭവിച്ചതുമായിട്ട് സങ്കല്പിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ ഒരു ജീവിതം ഭഗവാൻ ജീവിച്ച് കാണിച്ച്, അതാണ് പരിപൂർണ അവതാരം, പരിപൂർണതമൻ എന്നൊക്കെ ഭഗവാനെ വിളിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. അവസാനമോ ശാപമേൽക്കാനാണ് വിധി. സഹോദരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുവാൻ പോയവന് ശാപമേൽക്കേണ്ടി വന്നു. ആ ശാപം പോലും ആഭരണമായി അണിഞ്ഞു എന്നുള്ളതാണ് ഭഗവാൻ. എന്തിന്? ധർമ്മ സംസ്ഥാപനത്തിനായിട്ട്. അദ്ദേഹത്തെ ഇതൊന്നും എഫക്റ്റ് ചെയ്തില്ല. ആ സത്യം അർജുനോട് പറയുമ്പോൾ പോലും അർജുനന് വിശ്വാസം വരുന്നില്ല. ആദ്യമൊന്നും വിരാട് രൂപം കാണിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ? സ്വന്തമായി ഈ അർജുനന് വേണ്ടിയിട്ട് മധുര പോലും ഉപേക്ഷിച്ച് വന്ന് ഇവിടെ നിൽക്കുകയാണ് ആദ്യം മുതൽ. അങ്ങനെയുള്ള ഭഗവാൻ എവിടെയാണ് സന്തോഷം കിട്ടിയത്? പക്ഷേ ഭഗവാന്റെ ആ ചുണ്ടിൽ നിന്ന്, ആ മുഖത്തിൽ നിന്ന് പുഞ്ചിരി മാറിയ ഏതെങ്കിലും ഒരു നിമിഷം എത്ര ഗവേഷകനായാലും ചൂഴ്ന്നെടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു നിമിഷം. ഗാന്ധാരിയുടെ ശാപം പോലും പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങുകയാണ്. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ഇതാണ് സംഭവിക്കേണ്ടത് എന്നറിയുന്ന ഭഗവാന് ഇത് കാണുമ്പോൾ കളിപ്പാവകളല്ലേ കളിച്ചോട്ടെ എന്ന വിസ്മയമാണ് അല്ലെങ്കിൽ ആ മുഖത്ത് വിരിയുന്നത്. അപ്പം അങ്ങനെയുള്ള ഭഗവാന് ഒരു പക്ഷേ അവിടെ ആശ്രയമായി നിന്നത് രാധ മാത്രമാണ്. ഭഗവാനെ പൂർണ്ണമായി അറിഞ്ഞ ഒരാൾ എന്ന് നമുക്ക് എവിടെയെങ്കിലും ആരെയെങ്കിലും പറയാൻ കഴിയുന്നെങ്കിൽ അത് രാധയെ മാത്രമാണ്. അപ്പം ആ പ്രണയവും ആ സ്നേഹവും എല്ലാമാണ്. അതുകൊണ്ടാണ് ഉദ്ധവരോട് ഉദ്ധവർ പറഞ്ഞത്, പോയി പറഞ്ഞു കൊടുക്കൂ ഗോപികമാരോടെല്ലാം. പഠിപ്പിക്കാൻ പോയ ആൾ പഠിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പം ഭഗവാൻ ചിരിച്ചതേ ഉള്ളൂ. എവിടെയാണ് ഭഗവാൻ ഇല്ലാത്തത്? രാധയുടെ ഉള്ളിലായാലും എവിടെയായാലും ഭഗവാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തില്ല ഉദ്ധവരെ. അപ്പം അങ്ങനെ പോകുന്ന ഒരാൾക്ക് പ്രതിബന്ധങ്ങളെ എല്ലാം മാറ്റിവെച്ച് അല്ലെങ്കിൽ തരണം ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയും. പക്ഷേ അറിയേണ്ടതിനെ അറിയണം. അതിനവൻ്റെ കൂടെ ഗുരു വേണം. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ ഭാഷാതിരുകളെല്ലാം നമുക്കില്ലാതാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ വൃന്ദാവനത്തിൽ പോയി 10 ദിവസം കഴിഞ്ഞ് എങ്ങനെയാണെന്നറിയാതെ തിരിച്ചു വന്നത്. അവിടെ ഹിന്ദിക്കാരല്ലേ മുഴുവൻ, ഭഗവാൻ പോലും ഹിന്ദിയാണ് പറയുന്നത്. എന്നിട്ടും നമ്മൾ അതിൽ പൂർണ്ണമായി എന്തിനു പറയുന്നു, ഇതുവരെ പുറത്തേക്ക് പോകാത്ത കുഞ്ഞമ്മയായാലും അമ്മയായാലും ഒക്കെ ഈ ഹിന്ദി കേട്ട് ആടിപ്പാടുകയല്ലേ വൃന്ദാവനത്തിൽ. എന്ത് ഹിന്ദി? ആരുടെ ഹിന്ദി? അവിടെ ഒന്നേ ഉള്ളൂ, ആ പ്രണയം മാത്രം. ആ പ്രണയത്തിൻ്റെ അകത്ത് വരുമ്പോൾ ഭാഷകളെല്ലാം ലോപിച്ചു പോകും. അവിടെ ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുമ്പോൾ ഈ കാലദേശാന്തരങ്ങളെല്ലാം മാറും. അപ്പോൾ തീർച്ചയായിട്ടും പറയാനുള്ള ഉത്തരം ഇതാണ്. ഹിന്ദി സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സഹായിച്ചിട്ടുണ്ടാകാം, നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഒരിക്കലും ഹിന്ദി അല്ല ഗുരുദാസിനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം. ആ ശക്തി തന്നെയാണ് ഇപ്പോഴും പറയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നിലും ആശ്രയിക്കാതിരിക്കുക, ഒന്നിനെ ഉപേക്ഷിക്കാതിരിക്കുക, വേണ്ടത് എടുത്തിട്ട് മാത്രം ഏതിനെയും ഉപേക്ഷിക്കുക. കാരണം എല്ലാത്തിലും ഗുരുത്വമുണ്ട്, എല്ലാത്തിലും ഗുരുവുണ്ട്. ആ ഗുരുത്വം എന്താണെന്ന് അതിലെ ഗുരുവിലൂടെ പറയത്തില്ല, ഉറുമ്പിനെയും നമ്മൾ കണ്ടുപഠിക്കണം. ഐക്യമറിയാൻ ഉറുമ്പിനെ കണ്ടുപഠിക്കണം എന്ന് പറയുന്നത് പോലെ ഓരോ ജന്തുക്കളിലും ഓരോ ചരാചരങ്ങളിലും ഭഗവാൻ ഗുരുത്വം നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഗുരുവിനെ അറിഞ്ഞ് അതിലെ ഗുരുത്വം അറിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോയാൽ ഭാഷാതീതനായി നമുക്ക് പോകാൻ പറ്റും. ഓരോ സാധകൻ്റെയും ഭാഷ ഒന്ന് തന്നെയാണ്. ആ ഭാഷ പഠിക്കാൻ ഗുരു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതാണ് ഗുരുദാസിൻ്റെ അഭ്യർത്ഥനയും അപേക്ഷയും. ഗുരുദാസി, ഇപ്പം അങ്ങ് സാധകരുടെ ഭാഷ, ആ ഹൃദയഭാഷയെക്കുറിച്ച് പറഞ്ഞല്ലോ. കാരണം നമ്മുടെ ഗുരുജി നമ്മളെ പഠിപ്പിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്, ആ ഹൃദയഭാഷ തന്നെയാണ്. ആത്മഭാഷണം എന്ന് പറയുന്നത് ആ ഒരു രചന 8 വർഷത്തോളം ഫേസ്ബുക്കിലും വാട്സാപ്പിലും
പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് അതെ, ഒരു സുപ്രഭാതത്തിൽ അത് ഒരു ഗ്രന്ഥമാവുകയായിരുന്നു ചെയ്തത്. അത് കാലത്തിൻ്റെ നിയോഗം, ഈശ്വര നിശ്ചയം എന്ന് പറയാം. ആ ആത്മഭാഷണം എന്ന് പറയുന്ന ഗ്രന്ഥം കൃഷ്ണനും രാധയും തമ്മിലുള്ള സംഭാഷണം, അഥവാ ജീവാത്മാവും അല്ലെങ്കിൽ ആ പരമാത്മാവും തമ്മിലുള്ള സംഭാഷണമെന്നും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണല്ലോ കൃഷ്ണ രാധ കൺസെപ്റ്റ്. അപ്പം ആ ഒരു കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നതും ആ ഗുരു ശിഷ്യ ബന്ധം അല്ലെങ്കിൽ ആ ഹൃദയഭാഷ തന്നെയാണ്. അപ്പം നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ആ ഹൃദയഭാഷ നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടിയാണ്. നമ്മൾ അത് സംസാരിച്ച്, അതാണ് നമ്മുടെ ഒരു സാധകൻ്റെ ഭാഷ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുരുദാസ്ജിയോട് ഗുരുജി രാധാ സഹസ്രനാമം അത് എഴുതണം എന്ന് പറയുന്നത്. ആ രാധാ സഹസ്രനാമത്തിൻ്റെ ഒരു ഘട്ടം അങ്ങ് പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പം കേരളത്തിൽ രാധ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ, ധാര, കൃഷ്ണൻ്റെ ധാര ആയ രാധയെ പലർക്കും അറിയില്ല, അത്ര പ്രചാരത്തിലല്ല രാധ എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ അതിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വൃന്ദാവനത്തിലേക്കൊരു യാത്ര പോകുന്നു, ഗുരുവായിട്ടുള്ള യാത്ര. ആ യാത്രയിൽ രാധയെ കൂടുതൽ അറിയുക, അപ്പം ഈ രാധാ സഹസ്രനാമം എഴുതണമെങ്കിൽ രാധയെ അറിയണമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ആ വൃന്ദാവന യാത്ര തന്നെ അങ്ങ് പോയത്. ആ യാത്ര, വൃന്ദാവന യാത്രയെക്കുറിച്ച് കൂടുതലൊന്ന് വിശദീകരിക്കാം. ഈ എങ്ങനെ നമ്മൾ പറഞ്ഞു വന്നാലും അതൊരു യാത്രയിൽ അവസാനിക്കും. കാരണം ഇത് നമ്മുടെ ഒരു യാത്രയാണ്. യാത്രയില്ലാത്ത ഒരു ജീവിതം നമ്മളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. കാരണം യാത്ര ചെയ്യുന്ന മുമ്പിൽ യാത്രയെക്കുറിച്ചല്ലേ ആലോചിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഗുരുസമക്ഷ യാത്രകളെല്ലാം നമുക്ക് ഒരു സാധകനെ സംബന്ധിച്ച് എന്താ പറയുക, അവൻ്റെ വഴികാട്ടി എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. മറിച്ച് അവനിലെ അനുഭവസ്ഥന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നതാണ് ഓരോ ഗുരുസമക്ഷ യാത്രകളും. അങ്ങനെ പറയുമ്പോൾ, ഇപ്പോൾ ബാലുജി പറഞ്ഞില്ലേ, ഈ കേരളത്തിൽ പ്രചാരമില്ലാത്തവളാണ് രാധ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗുരുവിൻ്റെ സാധകനായതുകൊണ്ട് സത്യം പറഞ്ഞേ പറ്റൂ. സത്യം പറഞ്ഞാൽ രാധയെക്കുറിച്ച് എനിക്കൊരറിവുമില്ലായിരുന്നു. ഈ പണ്ടൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ രാധാകൃഷ്ണന്മാരുടെ ചിത്രങ്ങളൊക്കെ കണ്ടാൽ വെട്ടിയെടുത്ത് ഒട്ടിക്കുമായിരുന്നു പുസ്തകത്തിൽ. ആരെയെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് രാധ കണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി ഒട്ടിക്കുമായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ ഒരു കൺസെപ്റ്റ്, ഈ 1608 ഒന്നുകൂടെ ഉണ്ടായിരുന്നു പുള്ളിക്ക്, അത് പുള്ളി വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ പുള്ളി കളഞ്ഞിട്ട് പോയി എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു നമ്മൾ രാധയെ കണ്ടത്. അങ്ങനെയുള്ള രാധ, ആ രാധ എങ്ങനെയായി എന്ന് ചോദിച്ചാൽ അത് ഈ സാധന യാത്രയുടെ സത്താണ്. കാരണം വൃന്ദാവന യാത്ര രാധയെ കൂടുതൽ അറിയുവാനാണ് ഗുരു നമ്മളെ കൊണ്ടുപോയതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അതിലുപരി വൃന്ദാവന യാത്രയ്ക്ക് മുമ്പേയാണ് നമ്മളോട് രാധാ സഹസ്രനാമം എഴുതാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ ഗുരുജിയോട് ചോദിച്ചത്, ഈ രാധാ സഹസ്രനാമം എവിടെ കിട്ടും? കാരണം വായിച്ചിട്ടില്ല. അന്ന് വരെ ഈ രാധാ സഹസ്രനാമം നമ്മൾ കണ്ടില്ല. നമ്മൾ ലളിതാ സഹസ്രനാമമാണെങ്കിൽ നമ്മൾ മാറുന്നില്ല, അല്ലെങ്കിൽ ശിവസഹസ്രനാമമാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക വിഷ്ണു സഹസ്രനാമം, ഇതെല്ലാം നമുക്ക് പരിചയമാണ്. പക്ഷേ ഈ രാധാ സഹസ്രനാമം മാത്രം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, തേടൂ, കണ്ടെത്തില്ലേ, എന്തിനാണ് സംശയിക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെയാണ് നമ്മൾ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി ഈ രാധാ സഹസ്രനാമം കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ ആശ്ചര്യകരമായ ഒരു കാര്യം അതിൽ കണ്ടതെന്ന് പറഞ്ഞാൽ, ഗൂഗിളിൽ രാധ എന്ന് എഴുതി കൊടുത്താൽ പിന്നെ ഒരു പ്രപഞ്ചമാണ് നമ്മുടെ മുമ്പിൽ ഉണരുന്നത്. എത്രയോ ആത്മാക്കൾ, ദിവ്യാത്മാക്കൾ ഈ രാധയെക്കുറിച്ച് പാടി നടക്കുന്നു. എത്രയോ ദിവ്യാത്മാക്കൾ ഇത് തന്നെ ജീവിതചര്യയായി കൊണ്ടുപോകുന്നു. വൃന്ദാവനത്തിൽ കൃഷ്ണ കൃഷ്ണ എന്നാരും വിളിക്കാറില്ല, രാധേ രാധേ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്ന കൃഷ്ണനൊക്കെ എത്രയോ അകലത്തിലേക്ക് മാറി രാധ എന്ന് പറയുന്ന സർവ്വജനന് മുമ്പിൽ അവതരിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ അതുമായിട്ടിങ്ങനെ പോയപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ രാധാ സഹസ്രനാമം.
ഭഗവാന്റെ ലക്ഷ്മി തന്നെയാണ് രാധ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ഇല്ലാത്ത രീതിയിലാണ് രാധാസഹസ്രനാമം പോകുന്നത്. ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞാൽ പോലും ഭഗവാന്റെ പാദം പണിയുക എന്നുള്ളതായിരുന്നു ലക്ഷ്മി ചെയ്യുന്നത്. ഇവിടെ ഹൃദയത്തിലാണ് രാധ കുടികൊള്ളുന്നത് എന്ന സത്യമാണ് നമ്മൾ അതിലൂടെ അറിയുന്നത്. അതിലെപ്പോഴും ലളിതാ സഹസ്രനാമവും രാധാ സഹസ്രനാമവും എടുത്ത് നോക്കിയുള്ള പ്രധാനമായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് രാധാ സഹസ്രനാമത്തിൽ പ്രണയമാണ് മുമ്പിൽ. അതില്ലാതെ ഒരു വാക്ക് പോലും അതിനകത്തിലില്ല. ഏത് വാക്ക് പറഞ്ഞാലും അതിനല്ല, ഈവൻ ലളിതാ സഹസ്രനാമത്തിലുള്ളൊരു വാക്ക് പോലും ഇതിനകത്തിൽ വന്നാൽ അതിൻ്റെ വേർഷം മാറുകയാണ്. അപ്പം ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ അന്തിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പം ഞാനൊരു ദിവസം ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരുജി നമ്മളെ കാണരുത്. കാരണം എത്രയോ മഹാന്മാർ അല്ലെ ദിവ്യാത്മാക്കളാണ് രാധയുടെ പ്രണയവും പാടി നടക്കുന്നത്. എത്രയോ ആൾക്കാർ ഈ രാധാ സഹസ്രനാമം ഉരുവിട്ടുകൊണ്ട് ജന്മം കഴിക്കുന്നു. ഇതുവരെ രാധാ സഹസ്രനാമം എന്താണെന്നറിയാത്ത ഗുരുദാസനെ ഈ ചുമതല ഏൽപ്പിച്ചാൽ എവിടെ എത്തും? വളരെ സംശയാലുമായിരുന്നു ഞാൻ. കാരണം അത്രയും വന്നിട്ട് പോലും സാധനയിൽ കുറച്ച് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ട് പോലും സംശയാലുമായിരുന്നു രാധയെ എങ്ങനെയാണ് നമ്മൾ കണ്ടു കേട്ടറിയുക എന്നുള്ളത്. അപ്പോൾ രാധയെ അറിഞ്ഞാൽ മാത്രമേ രാധാ സഹസ്രനാമം അറിയാൻ പറ്റൂ. കാരണം ദേവിയുടെ 1000 നാമങ്ങൾ നമ്മൾ ഉച്ചരിക്കണമെങ്കിൽ ദേവി ആരാണെന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, കുറഞ്ഞ പക്ഷം. അങ്ങനെ ഒരു ഗുരുവിനോട് ഒത്തുള്ള പല സത്സംഗങ്ങളിലും രാധ ഒരു കാവ്യമായി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സബ്ജക്റ്റായി, വിഷയമായി വന്നു എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ എന്ത് ചോദിച്ചാലും രാധ പറഞ്ഞു വന്ന് ഗുരു കൊണ്ടു നിർത്തുന്ന ആ പ്രണയത്തിലാണ്. അപ്പം നമുക്ക് തോന്നാൻ തുടങ്ങി, ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനല്ലേ ഇതിൻ്റെ ആള്, ശരിക്കും രാധയാണോ എന്ന് വരെ തോന്നാൻ തുടങ്ങിയ ഒരു സന്ദർഭമുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ മനസ്സിന് ഗുരു പാകപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ്. രാധ എന്ന സങ്കല്പം എന്തായിരുന്നു എന്നറിയണം, അതറിയാനുള്ളൊരു നിയോഗം നിനക്ക് ഈ ജന്മത്തിൽ ഉണ്ട് എന്ന് ഗുരു നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെന്താണെന്ന് ചോദിച്ചാൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളില്ല അവിടെ. പിന്നെ ഗുരു എന്താണോ പറയുന്നത് അത് ഇടതടവില്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക യാതൊരു വ്യത്യാസവുമില്ല നമ്മളങ്ങ് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു. സ്വാഭാവികമായും അങ്ങനെ രാധാ സഹസ്രനാമം എഴുതാൻ തുടങ്ങിയപ്പോൾ അതൊരു എന്താ പറയുക ഒഴുക്കായി മാറി. പലരുടെയും വേർഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, പലരുടെയും ഓരോ വേർഡുകളുടെ എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എക്സ്പ്ലനേഷനൊന്നുമല്ല നമ്മളതിനകത്തിൽ തോന്നിയതും കൊടുത്തതും. അപ്പോൾ അങ്ങനെ രാധാ സഹസ്രനാമം വേർഡ് ബൈ വേർഡായിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ശരിക്കും നമ്മുടെ നിയോഗം അതല്ല. ഗുരു ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, രാധാ സഹസ്രനാമം ആൾറെഡി റിട്ടേൺ ആണ്, നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ല, എഴുതിപ്പെട്ടതാണ്. പക്ഷേ എന്താണ് സാധകൻ ഈ സഹസ്രനാമം കാണുമ്പോൾ അവൻ അതിനെങ്ങനെയാണ് വിവക്ഷിക്കേണ്ടത്, കാണേണ്ടത്? അങ്ങനെയാണ് ശരിക്കും ഗുരുവിനോടുള്ള പല സത്സംഗങ്ങളിലും ജീവാത്മാവും പരമാത്മാവുമാണ് കൃഷ്ണനും രാധയും എന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം നേരത്തെയുള്ള കാമുകന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സങ്കല്പം രാധയുടെ, എസ്പെഷ്യലി രാധയുടെ കാര്യത്തിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ രാധയില്ലാത്തൊരു കൃഷ്ണനില്ല. ഇപ്പം നമ്മൾ പറയുമായിരിക്കാം മഥുരയിലോട്ട് പോയതിന് ശേഷം രാധ ഒരു അവ്യക്ത കഥാപാത്രമായി മാറി, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക ആചാരങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള നിഷ്ഠകളിൽ വിശ്വസിക്കുന്നവർ നമ്മളോട് ചോദിക്കും, മഹാഭാഗവതത്തിൽ എന്തുകൊണ്ട് രാധയില്ല? ചോദിക്കുന്ന ചോദ്യമാണ്. ശരിയാണ്, ആരാധിത എന്നൊരു വേർഡ് മാത്രമേ രാധയെക്കുറിച്ച് അതിനകത്തിലുള്ളൂ. പക്ഷെ നമ്മളതിന് ഉള്ളിലേക്ക് എന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ശുകമഹർഷിയാണ് ഭാഗവതം എഴുതുന്നത്. എല്ലാ കഥാപാത്രങ്ങളെയും അദ്ദേഹം വിവരിക്കും. അദ്ദേഹത്തിൻ്റെ തലമുറയ്ക്കല്ല, തലമുറകളോളം അത് കേട്ടുകൊണ്ടിരിക്കുന്നു, അതിൽ സായുജ്യം അടഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അതിലെ ഓരോ കഥാപാത്രങ്ങൾ ശുകമഹർഷിയിലൂടെ കടന്നു പോകുന്നത്. രാധയെക്കുറിച്ചപ്പോൾ എപ്പോൾ അദ്ദേഹം എഴുതാനിരുന്നാലും അദ്ദേഹം നിർവാണ സമാധിയിലേക്ക് അല്ലെങ്കിൽ നിർവികൽപ്പ സമാധിയിലേക്ക് പോകും.
പുഴയുടെ ഓരത്ത് നിൽക്കുന്നവനെ പുഴയെക്കുറിച്ച് എഴുതാൻ പറ്റൂ. പുഴയ്ക്കകത്ത് പോയാൽ പിന്നെ അവൻ പുഴയെക്കുറിച്ച് എന്തെഴുതാനാണ്? അപ്പോൾ ദിവസങ്ങളോളം ശുഗമഹർഷി സമാധിസ്ഥനായി അങ്ങനെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ രാധയില്ല. വേറിട്ട് നിൽക്കുന്നവരെ കുറിച്ചാണ് പിന്നെ ശുഗമഹർഷി എഴുതുന്നതല്ല. അപ്പം മറ്റു കഥാപാത്രങ്ങൾ ശ്രീ മഹാഭാഗവതത്തിൽ രാധയില്ലാതെ ഒരു വേട് പോലും ഇല്ല. രാധ എന്നുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് രാധ ഇതിലില്ല എന്ന്. ശുഗമഹർഷിയെ ആ സമാധിയിലേക്ക് നയിക്കുന്ന അന്തർചേതനയാണ് രാധ. കാരണം രാധയിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് മറ്റേത്. പിന്നെ എവിടെയാണ് വർണ്ണന വരുന്നത്? വർണ്ണന എപ്പോഴും മുമ്പിൽ നിൽക്കുന്നവനാണ്, അല്ലെങ്കിൽ മറ്റൊന്നാണ് എന്ന സങ്കല്പത്തിൽ മാത്രമേ നമുക്ക് വർണ്ണിക്കാൻ പറ്റൂ. അപ്പം ശ്രീ മഹാഭാഗവതത്തിൽ രാധയില്ല എന്നുള്ളത് ഒരു അത്ഭുതമല്ല, ഒരു സത്യമാണ്. എവിടെയാണ് രാധ? എവിടെയാണ് ഇല്ലാത്തതെന്നാണ് ചോദ്യം. ശ്രീ മഹാഭാഗവതത്തിൽ പ്രഹ്ലാദൻ്റെ കഥ എടുക്കുക, ധ്രുവൻ്റെ കഥ എടുക്കുക. എവിടെയാണ് പ്രണയമില്ലാത്തത്? ധ്രുവന് ഭഗവാനോടുണ്ടായിരുന്ന പ്രണയം ഒരു ജീവാത്മാവിന് പരമാത്മാവിനോടുള്ള പ്രണയം. പ്രഹ്ലാദന് നരസിംഹമൂർത്തിയോടുള്ള പ്രണയം ഒരു ജീവാത്മാവിന് പരമാത്മാവിനോടുള്ള പ്രണയം. അങ്ങനെ മഹാഭാഗവതത്തിൽ ഏതും എടുക്കൂ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്താൽ അതിൽ ജീവാംശമുണ്ട്, രാധയുണ്ട്, പരമാംശമുണ്ട്, കൃഷ്ണനുണ്ട്. ഇവരില്ലാതെ നമുക്കൊന്നിനെയും വേർതിരിച്ചെടുക്കാനേ പറ്റില്ല. ഒന്നുകൂടി നമ്മൾ പറഞ്ഞാൽ ആത്മശക്തി ഭഗവാന് നൽകിയതുപോലും ശരിക്കു പറഞ്ഞാൽ രാധയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. എല്ലാ ദുർഘട സന്ധ്യയിലും ഉണ്ണിക്കണ്ണനായിരുന്നപ്പോഴായാലും ഏറ്റവും, അതായത് കൃഷ്ണാവതാരത്തിൽ ഏറ്റവും ക്രിട്ടിക്കലായ ഒരു സ്റ്റേജാണ് കുരുക്ഷേത്രത്തിൽ വെച്ച് ഗീത പറഞ്ഞു കൊടുക്കുന്ന. ക്രിട്ടിക്കൽ എന്നല്ല, ഏറ്റവും മഹനീയമായ ഒരു സ്റ്റേജാണ്. അതിൻ്റെ പോലും ചേതന രാധയാണ്. അവസാനം മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ രാധ തൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി, അയനെ കൊണ്ടുപോയി ഭഗവാന്റെ അടുത്ത് നിർത്തുന്നുണ്ട്. കാണു നീ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് ഈ സർവസാക്ഷിത്വം വഹിക്കുന്ന നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ സഞ്ജയനല്ല, നമ്മുടെ ശിരസ് മാത്രം ഉള്ള, നമ്മുടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹമാണ് ഇത് സർവസാക്ഷിത്വം വഹിക്കുന്നത്. അതായത് ഇതെല്ലാം കാണാൻ ഭഗവാൻ നിയോഗിക്കുന്ന അദ്ദേഹത്തെ. സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നതല്ലേ ഉള്ളൂ, മറ്റേ കാണുകയാണ് അദ്ദേഹം. രാധ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണൻ ആരാണെന്ന് നീ കേട്ട് പഠിച്ചോ എന്ന് പറയുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ് പറയുന്നത്, അതിൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പോൾ ശരിക്കും അവിടെ പോലും രാധ കഥാപാത്രമാണ്. അപ്പം രാധ ഇല്ലാതെ കൃഷ്ണനില്ല എന്നല്ല, രാധയും കൃഷ്ണനുമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള രാധയെ മനസ്സിലാക്കുക എന്ന വലിയ കൺസെപ്റ്റാണ് ഗുരു നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ഗുരുദാസ് ഇവിടെ ഇറങ്ങിത്തിരിക്കുന്നത്. കുറച്ചൊക്കെ മാറ്റങ്ങൾ പലയിടത്തും കണ്ടു തുടങ്ങിയപ്പോഴാണ് ഗുരുദാസിൻ്റെ വൃന്ദാവന യാത്ര വന്നത്. അപ്പോഴും നമ്മൾ അക്ഷോഭ്യനായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഗുരു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പോകുന്നു, അതാണ് സത്യം. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യവിചാരങ്ങളൊന്നും അതിനകത്ത് നമ്മൾ ചെയ്യാറുമില്ല. അപ്പം അങ്ങനെ വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഓരോ കാഴ്ച കാണുമ്പോഴും ഗുരു അത് കണക്ട് ചെയ്ത് നമ്മളോട് പറഞ്ഞു തരും. അപ്പം അവിടെയൊക്കെ എവിടെ രാധ എന്ന ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം മധുരയിൽ ട്രെയിൻ ഇറങ്ങുമ്പോഴും റിക്ഷ വരുമ്പോഴും ആ റിക്ഷക്കാരൻ ടയർ പഞ്ചറായി അവൻ്റെ ആ വെപ്രാളം നമ്മൾ കാണുമ്പോഴും ഒക്കെ ദേവി നീ തന്നെയാണ് ഇവൻ്റെ ശരണം. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് രാധയെ രാധയെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചർ മാറ്റാൻ വേണ്ടിയും രാധ അവിടെ ചെല്ലണം. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്നത് രാധ ഇല്ലാത്ത നിമിഷമില്ല. കയറുന്ന ഓട്ടോറിക്ഷക്കാരൻ രാധയെ രാധയെന്നാണ് വിളിക്കുന്നത്. ഭിക്ഷ യാചിക്കുന്നവൻ രാധയെ രാധയെന്നാണ് വിളിക്കുന്നത്. കഴുത്തിൽ പവനുകൾ തൂക്കിയിട്ടുകൊണ്ട് പോകുന്നവനും രാധയെ രാധയെന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അവിടെ ശരിക്കും രാധയെ അറിയുകയല്ല, അതിൽ ജീവിക്കുകയാണ് നമ്മൾ ഗുരുജിയോടൊപ്പം അവിടെ ചെയ്യുന്നത്. എങ്ങനെ 10 ദിവസം കടന്നുപോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദ്യത്തിന് ഉത്തരമില്ല. കാരണം എവിടെ പോയി നോക്കിയാലും അവിടെല്ലാം ഈ രാധയല്ലാതില്ല. എന്തിന് പറയുന്നു സാഷ്ടാംഗ നമസ്കാരം വൃന്ദാവന വീഥികളിൽ
നമുക്ക് അന്തിച്ച് നിൽക്കാൻ, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ഈഗോയും വെച്ച് നോക്കിയാൽ ആ അത്രയും കിലോമീറ്ററുകൾ, ഏതാണ്ട് എനിക്കൊന്നൊരു 15 കിലോമീറ്ററെങ്കിലും ഉണ്ടാകും ആ വൃന്ദാവൻ്റെ പരിക്രമണ യാത്ര. അത് മുഴുവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഏറ്റവും വയസ്സ് കുറഞ്ഞ ബാലനും ഏറ്റവും വയസ്സ് കൂടിയ വൃദ്ധനും ഒരേപോലെ ഒരു കല്ലെടുത്തിട്ട് അങ്ങോട്ടിടുന്നു, സാഷ്ടാംഗം നമസ്കരിക്കുന്നു, ആ കല്ലിൽ തൊടുന്നു, ആ കല്ലെടുത്ത് കൈവയ്ക്കുന്നു, വീണ്ടും അവിടെ ചെന്ന് നിൽക്കുന്നു, കല്ലെടുത്തിടുന്നു, വീണ്ടും നമസ്കരിക്കുന്നു. ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര നമസ്കാരം ചെയ്യും ഒരു ദിവസം? ഒരേ സ്ട്രെച്ചിൽ അവർ ചെയ്യുന്നത് ആ അത്രയും കിലോമീറ്ററുകളാണ്. തറ തേച്ച സിമെൻ്റൊന്നുമല്ല, പലയിടത്തും പല ദുർഘടങ്ങളാണ്. ആ ദുർഘടങ്ങളിലൂടെ എല്ലാം രാധേ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കടന്നു പോകുന്നത്. നമ്മൾ കയർത്തു നോക്കുവാറുണ്ടെങ്കിലും അവരും ആദ്യം വിളിക്കുന്നത് രാധേ രാധേ എന്നാണ്. അപ്പം എങ്ങനെയാണ് രാധ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ആരും പറഞ്ഞു തരാൻ നമുക്കറിയാൻ പറ്റും. ശരിക്കും അവിടെ ചെന്നപ്പം രാധയെ നമ്മൾ പഠിച്ചതൊന്നുമില്ല, അനുഭവിച്ചറിഞ്ഞു രാധയെ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രാധയെ എങ്ങനെ എഴുതണം എന്നൊരു വലിയ കൺഫ്യൂഷൻ നമ്മുടെ ഉള്ളിൽ വന്നു. കാരണം ഈ ഒരു വേർഷൻ, ഗുരു ഉദ്ദേശിക്കുന്ന ആ ഒരു ധ്യാന സാധകൻ്റെ രീതിയിൽ രാധയെ കാണണമെങ്കിൽ നമ്മൾ പല സമാധികളും കടന്നു പോകണം, ഇല്ലാതെ പറ്റൂല. ഞാൻ ഇന്നും ഓർക്കുന്നു, ശരിക്കും ഗുരു അന്ന് 10-15ഓളം പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് ഗുരുദാസിന് തന്നു. അവിടെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. അതിൻ്റെ ഓരോന്നിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വേർഷനാണ് രാധയ്ക്ക് കിട്ടുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ സ്വരൂപിച്ചെടുക്കുന്ന നമ്മുടെ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളും ചേർത്തിട്ട് ഈ നമ്മളിലുള്ള ഒരു രാധയുണ്ട്, ആ രാധയെയും ഈ രാധയെയും ഒക്കെ നോക്കിക്കണ്ടു വേണം നമ്മൾ ഈ രാധയുടെ ഒരു പോക്കിലേക്ക് പോകാൻ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഗുരു അനുഗ്രഹം എന്നല്ല, അദ്ദേഹം കൂടെ നിന്ന് പിടിച്ചെഴുതിപ്പിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. സ്വാഭാവികമായി അന്നേ ഗുരു പറഞ്ഞു സമയമെടുക്കും. ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്, നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലൂടെ കബീർ കടന്നു പോകുമ്പോഴും മീര കടന്നു പോകുമ്പോഴും ശൂർദാസി കടന്നു പോകുമ്പോഴും എല്ലാം രാധയാണ് നമ്മുടെ ഉള്ളിൽ. അപ്പം ആ രാധ ഉള്ളിൽ ഇങ്ങനെ ചിന്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ, നേരത്തെ പറഞ്ഞ 10 ലൈൻ മതി നമുക്ക്. കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞു പോകും, എന്നിട്ടും തീരുന്നില്ല. അപ്പം ഇതിനെ വാചികമായിട്ട് കൊണ്ടുവന്ന് ഒരു ബുക്കിലേക്ക് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. നമ്മൾ എഴുതും, അതിൽ ഗുരുദാസിന് സംശയമൊന്നുമില്ല. അതിന് നമ്മുടെ കൂടെ ഗുരു ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അല്പം പ്രയാസം എന്നുള്ള വേക്കൊന്നും അതിന് പറയാൻ പറ്റില്ല, പ്രയാസമല്ല അത്. നേരത്തെ പറഞ്ഞതുപോലെ ശുഗമഹർഷിക്ക് സംഭവിച്ച ഒരു നിർവികൽപ്പ സമാധി നമുക്ക് സംഭവിക്കണം, എങ്കിലേ നമുക്ക് എന്തെങ്കിലും ഇത് പറഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അത്രമാത്രം എന്താ പറയുക, പ്രണയമുള്ള ഗൗരവമുള്ള ഒരു ദേവതയാണ് ശരിക്കും രാധ. അപ്പോൾ അതൊരു വലിയ എന്താ പറയുക, ഈ ജീവിത ഗുരുവിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ഗുരുദാസിൻ്റെ ജീവിത ലക്ഷ്യ സാക്ഷാത്കാരമാണ് രാധാ സഹസ്രനാമം. വരും അവിടം വരെ ഗുരുദാസ് ഇവിടെ കാണുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഗുരുവിൻ്റെ വാക്കുകളാൽ. ഇപ്പോൾ നമ്മൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും. കാരണം അച്ഛൻ്റെ ഒരു പോക്കുമൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് വിട്ടുപോകുന്ന ഒരു പോക്കൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഒരു ഗുരു സാന്നിധ്യമുണ്ട്. അച്ഛൻ്റെ ആത്മാവിനെ ഇവിടെ പറഞ്ഞു വിടുന്നതിനകത്തിൽ ഗുരുവിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഈ എന്താ പറയുക, ചെഗുവരയുടെ ശവകുടീരത്തിൽ പോയി അടിയേണ്ട ആളാണ് അച്ഛൻ. ആ അച്ഛനെ വിഷ്ണുപാദങ്ങളിൽ എങ്ങനെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും ഗുരു നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എത്തേണ്ടിടത്ത് എത്താൻ കഴിയും. അത് നമ്മുടെ സാക്ഷാത്കാരം തന്നെ ആയിരിക്കും. അതിനുശേഷം ഒരു രചന ഉണ്ടാവില്ല കേട്ടോ, അത് ഞാൻ എടുത്ത് പറയാം. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കാരണം കഥാശാസ്ത്രമായാലല്ല ആയി, പിന്നെ നമുക്ക് എഴുതാനില്ല. പിന്നെ നമ്മൾ അവിടെ അലിയുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമല്ല, അതേ ഉള്ളൂ പിന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള വഴികൾ ഗുരു നമുക്ക് കാണിച്ചു തരും, അതിനുള്ള സമയം നമുക്ക് തരും. ആ സമയമാണ് ഇനിയുള്ള ഗുരുദാസിൻ്റെ ജീവിതം. ആ വൃന്ദാവന യാത്രയിൽ അങ്ങ് സൗമ്യ അമ്മയും ഗുരുദാസ്ജിയും ഒരു കൃഷ്ണ വിഗ്രഹവും രാധാ വിഗ്രഹവും തേടി അലഞ്ഞതിൻ്റെ ഒരു സന്ദർഭം കൂടി
അങ്ങ് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാം. എന്തായിരുന്നു? എപ്പോഴും പറയും ഗുരുവിൽ സമർപ്പണം ചെയ്യണം എന്ന് പറയും. ഗുരുവിൽ സമർപ്പണം ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു പക്ഷേ സാധകർക്ക് അതൊരു അറിവാണോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിലും വളരെ സിമ്പിളാണ് സമർപ്പണം. പറയുന്നതനുസരിക്കുക, ഇതാണ് സമർപ്പണത്തിൻ്റെ എക്സ്പ്ലനേഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ ഭഗവാൻ പാർത്ഥനോട് പറഞ്ഞതുപോലെ ഭഗവാൻ പറയുന്ന ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ എന്തുകൊണ്ട് പാർത്ഥന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല? കാരണം പാർത്ഥൻ നിൽക്കുന്ന തലവും ഭഗവാന്റെ തലവും വ്യത്യസ്തമാണ്. നാളെ കണ്ടറിഞ്ഞൊരാൾ പറയുമ്പോൾ ഇന്നിൽ ജീവിക്കുന്നവൻ അത് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അവൻ്റെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കണ്ടറിഞ്ഞവനെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അവിടെ പിന്നെ ചോദ്യമില്ല, പറയുന്നു, ചെയ്യുന്നു, ഇതായിരിക്കണം അത്. ഇത് ശരിക്കും ഗുരുദാസനെ ബോധ്യപ്പെടുത്തി തന്ന യാത്രയാണ് വൃന്ദാവന യാത്ര. അവിടെ നമ്മളൊന്നും ചെയ്തില്ല, എല്ലാം ഗുരു പറയുന്നത് തന്നെയാണ് നടന്നതും ചെയ്യുന്നതും ചെയ്തതുമല്ല. അത് എന്താ പറയുക, തീരെ നടക്കാത്ത ഗുരുമാതാവായാലും അല്ലെങ്കിൽ ഇതൊക്കെ വളരെ ആഹ്ലാദകരമാക്കി മാറ്റി ശാരീരിക പ്രശ്നങ്ങളെയൊക്കെ മാറ്റി വെച്ച് തുള്ളിച്ചാടി നടന്ന നമ്മുടെ കുഞ്ഞമ്മയായാലും, എന്നാൽ ഇതെല്ലാം ഗൗരവത്തോടു കൂടി സമീപിക്കുകയും ആ സാധകയുടേതായ ഗൗരവത്തോടു കൂടി തന്നെ സമീപിച്ച് കഴിവതും സാക്ഷിഭാവത്തോടു കൂടി കാണാൻ ശ്രമിച്ച സ്വാമിനിയമ്മയായാലും, ഇതിനെല്ലാം ഇടയിൽ കിടന്ന് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നീന്തിയ ഗുരുദാസ് ആയാലുമൊക്കെ ഈ യാത്ര ഒരു അദ്വിതീയമായ യാത്ര തന്നെയാണ്. ഓരോ യാത്രയും അങ്ങനെയാണ്, ഒന്നും കുറവല്ല. എടുത്തു പറയാവുന്ന ചില സംഭവങ്ങളുണ്ട്. നോക്കൂ, നമ്മൾ പറയും ചട്ടമ്പി സ്വാമികൾ എലിയെ വിളിച്ചാൽ എലി വരുന്നിടത്ത് വരും, സ്വാമി വരുന്നിടത്ത് ക്യൂ നിൽക്കാൻ പറഞ്ഞാൽ ക്യൂ നിൽക്കുമെന്നൊക്കെ നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? നമ്മൾ ഹിന്ദി ഭാഷ വിട്ടു, മലയാള ഭാഷ വിട്ടു, പിന്നെന്താണ് സാധക ഭാഷ, പ്രണയത്തിൻ്റെ ഭാഷ സംസാരിക്കുമ്പോഴാണ് ഈ അന്തരം വരാത്തത്. ഇതേപോലെ ഒരു അനുഭവം ഗുരുദാസൻ, ഇതൊക്കെ പ്രത്യക്ഷാനുഭവങ്ങൾ എന്തിനുണ്ടാക്കി തരുന്നു എന്ന് ചോദിച്ചാൽ, ഇതിലെല്ലാം ഒരു പ്രണയമുണ്ട്, എങ്കിലേ നമുക്ക് രാധയെ അറിയാൻ പറ്റും. അപ്പം നമ്മളങ്ങനെ രണ്ടാമത്തെ ദിവസം ചെന്നിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ ക്ഷേത്രങ്ങളെല്ലാം കാണാനിറങ്ങുകയാണ്. അപ്പം നിരവധി ക്ഷേത്രങ്ങളാണ് അവിടെ, ചെറുതും വലുതുമായതും പ്രശസ്തി ഉള്ളതും അപ്രശസ്തമായതും. അതായത് അവിടെ എന്ന് പറഞ്ഞാൽ ഈ സങ്കല്പങ്ങളല്ലാതെ പിന്നൊരു ജീവിതം അവർക്കില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ കാണാം തെരുവ് എന്താ പറയുക, ആ വീഥികളിൽ തന്നെ വെറും കല്ല് വെച്ച് അതിൽ മാലയിട്ട് രാധേ രാധേ എന്ന് വിളിക്കുന്നവരെ നമുക്ക് കാണാം. അപ്പം അങ്ങനെ ഒരു ക്ഷേത്ര നഗരം എന്നൊന്നും പറഞ്ഞാൽ പോരാ, ശരിക്കും നഗരക്ഷേത്രമാണത്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് വൃന്ദാവനം. അപ്പം അങ്ങനെ നമ്മൾ അവിടെ പോയി ഇങ്ങനെ പോകണം. അപ്പം എപ്പോഴും നമുക്ക് കൗതുകമാണ് ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളെല്ലാം. അതിലെടുത്തു പറയേണ്ട കാര്യം, വൈകിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഓരോ സൂര്യൻ അസ്തമിക്കുന്ന സമയങ്ങളിലേക്ക് ഇങ്ങനെ അടുത്തു പോകുന്ന ആ ഒരു സമയമാണ്. അപ്പം എപ്പോഴും ഗുരു പറയുന്നുണ്ട്, എല്ലാവരും കണ്ണാടി സൂക്ഷിക്കണം. കാരണം അവിടുത്തെ കുരങ്ങന്മാർക്കൊരു സ്വഭാവമുണ്ട്, കണ്ണാടി അടിച്ചു മാറ്റും. ആരുടെയും കണ്ണാടി അടിച്ചു മാറ്റും, അറിയത്തുപോലുമില്ല. അതെന്തിനു ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഉദരപൂരണമാണ് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഉത്തരം. അങ്ങനെയാണ് അവരവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഈ കണ്ണാടി സൂക്ഷിക്കണം എന്ന് എപ്പോഴും ഗുരു പറയും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇതങ്ങ് ബാഗിലിട്ടു. കാരണം നമുക്കറിയാം ഇത് എവിടെയെങ്കിലും നമുക്ക് പണി കിട്ടുമില്ലെങ്കിൽ പറയുന്നത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആദ്യം വന്നിട്ട് എന്താ പറയുക, നമ്മുടെ ഇവിടെ കഴിയുന്നു കാളിയമർദ്ദനം, ആ സ്പോട്ടിലെത്തി അത് നമ്മൾ കാണുകയാണ്. അപ്പം യമുന വഴിമാറിയ സ്ഥലമാണിപ്പോൾ അവിടെ. യമുന പോയ പാട് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. യമുന അപ്പുറത്തോടാണ് ഇപ്പോൾ ഒഴുകുന്നത്. അത് ആധുനികതയുടെ ഒരു ഇതാണ്. അപ്പം അവിടെ വന്ന് നമ്മളിതെല്ലാം കാണുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുദർശനാമ്മയുടെ പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്, വൃന്ദാവന യാത്രയുടെ. അപ്പോൾ ഗുരുജി പറഞ്ഞു ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ കുരങ്ങനെ മറക്കുന്നു, കണ്ണാടി മറക്കുന്നു, ബാഗിൽ നിന്ന് കണ്ണാടി എടുക്കുന്നു, ഇത് വായിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ കാര്യമായി ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ചെറിയൊരു ചലനം നമ്മളുണ്ടായി. നോക്കുമ്പോൾ അക്ഷരം സ്പഷ്ടമല്ല. അപ്പോഴാണ് പെട്ടെന്നൊരു കിടിലം ഗുരുവിൻ്റെ വാക്കുകൾ, കണ്ണാടി നോക്കുമ്പോൾ കണ്ണാടിയില്ല.
അപ്പം നോക്കുമ്പോൾ ഒരാൾ ഈ കണ്ണാടിയുമായിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം നമ്മളതിന് പുറകെ പോകാൻ നോക്കിയപ്പോൾ അവിടെ നിന്നൊരു ഹിന്ദിക്കാരൻ പയ്യൻ പറഞ്ഞു, ഐസ്ക്രീം വല്ലതും മേടിച്ചു കൊടുത്താൽ അതിന് തരും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ ഐസ്ക്രീം തന്നെ. അപ്പോൾ നമ്മൾ ഗുരുവിനെ മറന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ണാടിയാണ് നമ്മുടെ പ്രധാന ആവശ്യം. അപ്പോൾ നമ്മൾ ചാടി ഐസ്ക്രീമായിട്ട് പോകുമ്പോൾ കൂടെ വരുന്നു ആരോ നമ്മുടെ കൂടെ വന്നിട്ട് വേണ്ട 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 മേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഗുരു നമ്മളെ കണ്ണാടി എടുത്ത് തരികയാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ അത്ഭുത സ്തബ്ധനായി നിന്നു. കാരണം അവിടെ കണ്ണാടി എടുത്തുകൊണ്ട് പോയ കണ്ണാടി തിരിച്ചു കിട്ടിയ ചരിത്രമില്ല. നമുക്ക് ഈ ഭാരത യുദ്ധമൊക്കെ കഴിയുമ്പം എല്ലും തോലുമൊക്കെ പറക്കിയെടുക്കത്തില്ല, അതേപോലെയാണ് ഈ കണ്ണാടിയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് പറക്കി തരുന്നത്. അതാണ് അവിടുത്തെ കാഴ്ച. പിന്നെ കാണുന്ന അതേ കാണത്തുള്ളൂ. നമ്മൾ കണ്ണാടി അവിടെ കണ്ണാടി പറക്കുന്ന പയ്യന്മാരുണ്ട്, അമ്മമാർക്ക് ചെല്ലു കൊടുത്താൽ. പക്ഷേ ഇവന്മാർ പറക്കൊണ്ട് വരുമ്പോഴും ചിലപ്പോൾ ഒരു കാല് കാണത്തില്ല, കൈ കാണത്തില്ല. ഇതാണ് കണ്ണാടിയുടെ അവസ്ഥ. ഇത് യാതൊരു പോറലും ഏൽക്കാതെയാണ് ഗുരു നമ്മുടെ കയ്യിലോട്ട് തരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എന്ത് പറയണമെന്നറിയില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ചോദിച്ചു എന്താ ഗുരു ചെയ്തത്? ഒന്നുമില്ല, അവനോട് ചോദിച്ചു, അവൻ തന്നു. ഇതാണ് സംഭവിച്ചെന്നാണ് ഗുരു നമ്മളോട് പറയുന്നത്. അപ്പം നമ്മൾ എന്നാലും എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അതിനകത്തിൽ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ കൂടെ നിന്ന് ആരോടോ ചോദിച്ചു എന്തോ ശരിക്കും സംഭവിച്ചെന്തോ. ഗുരു ഇങ്ങനെ നമുക്ക് പറയത്തുള്ളൂ, നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. നമ്മുടെ ഒന്നുമില്ലെന്നേ. അവനവിടെ കണ്ണാടിയായിട്ടിരുന്നു, ചെന്നിട്ട് തരാൻ പറഞ്ഞു, അവൻ കൊടുത്തു, ഗുരു മേടിച്ചുകൊണ്ട് വന്നു. ഇതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ആ സാധകൻ പോലും നമ്മുടെ അടുത്ത് പറയുന്നത്. അതാണ് വൃന്ദാവനം ശരിക്കും പറഞ്ഞത്. അപ്പം ഭാഷയെല്ലാം പ്രണയത്തിൻ്റേതാണ് അവിടെ. പക്ഷെ പ്രണയം അറിയാവുന്നവരെ പറയാവൂ, ഇല്ലെങ്കിൽ നഷ്ടം വരുമെന്നുള്ളത് 100% ഉറപ്പ്. അപ്പം അങ്ങനെ ആ കണ്ണാടിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങളും നമുക്ക് ഓരോ എന്താ പറയുക മുതൽക്കൂട്ടുകളായിട്ട് പാതകങ്ങളായിട്ട് മാറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പിറ്റേ ദിവസമായി 3-ാമത്തെ 4-ാമത്തെ ദിവസമാണ്. അപ്പം അമ്മമാർ ക്ഷീണിച്ചൊരു ലക്ഷണമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അമ്മമാരുടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഗുരു രാവിലെ പറഞ്ഞു. അപ്പം നമ്മുടെ പിന്നെ എന്താ പറയുക എന്നും നമ്മൾ താമസിക്കുന്ന ആ മന്ദിരമുണ്ട്, ഷഡ്ശിഖർ മന്ദിർ. അങ്ങനെ ഷഡ്ശിഖർ മന്ദിറിൽ രാവിലെ പോകും. അവിടെ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഗുരുവൊക്കെ അവിടെ എന്തെങ്കിലും എഴുതിക്കൊണ്ടോ ഒക്കെ ഇരിക്കും. നമ്മൾ അത് തീരുന്നിടം വരെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ദിവസം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് ഗുരു പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഒരു രാധയും കൂടി ഇരിക്കട്ടെ നമുക്ക്. അപ്പം ഞാനും അതിങ്ങനെ മനസ്സിൽ ചിന്തയാണ് എങ്ങനെയാണ് ഇത് പറയേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു ഇങ്ങോട്ട് എന്നാൽ ശരി. അപ്പം തീരുമാനമെടുക്കുന്നു, സ്വാമിനിയമ്മ വരാം, മറ്റുള്ളവർ റെസ്റ്റ് എടുക്കട്ടെ. അപ്പം ഞങ്ങൾ 3 പേരുടെ, അതായത് ഗുരുദാസും ഗുരുജിയും സ്വാമിനിയമ്മയും കൂടി കൃഷ്ണവിഗ്രഹം തേടി ഇറങ്ങുകയാണ്. രാധയുടെ വിഗ്രഹം തേടി ഇറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ വിചാരിച്ചു എന്തിനാണോ ഈ ഗുരു നമ്മളെ ഇങ്ങനെ കിലോമീറ്ററോളം വലിച്ചുകൊണ്ട് നടന്നത്. എത്ര രാധമാരെ നമ്മൾ കണ്ടു, എത്ര കൃഷ്ണന്മാരെ നമ്മൾ കണ്ടു. ഇതൊന്നും രാധയല്ലേ, കൃഷ്ണനല്ലേ എന്ന് നമ്മളോട് തന്നെ നമ്മൾ സ്വയം ചോദിച്ചു. കാരണം നമ്മൾ ഏതാണ്ട് 6 മണിക്കൂറോളം എടുത്തിട്ടാണ് അന്നൊരു ദിവസം ഇതിനു വേണ്ടി കറങ്ങിത്തിരിക്കുന്നത്. ചില സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ കടക്കാർ നമ്മളെ അടിക്കുമായിരിക്കും. കാരണം 1-2 മണിക്കൂറോളം ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നും രാധയെടുത്താൽ രാധയുടെ കണ്ണും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി 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 ഇതിന് വ്യക്തതയില്ല എന്ന് പറഞ്ഞ് ഗുരു ഇങ്ങനെ തരം തിരിച്ച് കളയാണ്. ഇതൊക്കെ നമ്മളൊരു അത്ഭുതത്തോടു കൂടിയാണ് കാണിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോഴേ മേടിച്ചുകൊണ്ട് പോയേനെ, 10 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ അന്നേരം മേടിച്ച് കൊണ്ടുപോകും. അങ്ങനെ ആ തേടിയിറങ്ങലിൽ നമ്മൾ 2-3 കട, അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ കടകളാണ് നമ്മൾ കയറി ഇറങ്ങുന്നത്. അതായത് അവർക്ക് നമ്മൾ അവിടെ എടുക്കുന്ന 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആയിരങ്ങളുടെ ബിസിനസ് നടക്കുന്ന സമയമാണ് അവിടെ. അവിടെയാണ് നമ്മൾ ഏതാണ്ട് 1 മണിക്കൂറിനടുത്തൊക്കെ നിന്നിട്ട് ഇതൊന്നും പോരാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോരുന്നത്. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, എന്താണ് ഈ ഗുരു ചെയ്യുന്നത്. ഉടനെ വരുന്നു, അപ്പുറത്ത് ഇസ്കോണിൻ്റെ മന്ദിരമുണ്ട്. അപ്പോൾ ഗുരു ഒന്നും സംഭവിക്കാത്ത പോലെ അവിടെ കയറുന്നു. അവിടെ എല്ലാം കയറി കൃഷ്ണനെല്ലാം കാണുന്നു, അവരുടെ ആട്ടവും പാട്ടും എല്ലാം കാണുന്നു. വീണ്ടും ഇറങ്ങുന്നു, ഇറങ്ങിയിട്ട് ഓട്ടോയിൽ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നു, വീണ്ടും അവിടെ രാധയെ തിരക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ അന്നൊന്നും നടന്നില്ല, നമ്മൾ ഈ നടത്തം മാത്രമാണ്. അപ്പോൾ സ്വാമിനിയമ്മയൊക്കെ പിടിച്ചുവിട്ട പോലെയാണ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ. ഗുരു പറയുന്നതൊക്കെ യെസ് യെസ് എന്നും പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഗുരുദാസ് ഇങ്ങനെ നോക്കിക്കുകയാണ്, ഇത് എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം. നമ്മൾ നോക്കുമ്പോൾ രാധയുടെ കണ്ണുണ്ട്, പക്ഷെ കണ്ണിന് തെളിച്ചമില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമാണ് ഗുരു പറയുന്നത്. അപ്പോഴും സ്വാമി നോക്കി ശരിയാണ് ഗുരുജി, ശരിയാണ് എന്ന് സ്വാമിനിയമ്മയും പറയും. അപ്പം നമ്മളിത് ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ, ഇത്ര തെളിച്ചമുള്ള ആളാണോ ഈ രാധ എന്ന് പറയുന്നത് എന്നുള്ള രീതിയിലാണ്. അന്ന് പോയി നമ്മൾ കിടക്കുന്നു. അവസാനം ഇങ്ങോട്ട് പോരുന്ന ദിവസം അന്ന് രാവിലെ ഗുരു നമ്മളെ വിളിക്കും. നാളെ തലേന്നേ പ്രഖ്യാപിച്ചു, നാളെ നമ്മൾ 2 പേരോടാണ് രാധയെ തേടി പോകുന്നത്. നമ്മളൊരു പരിക്രമണം പൂർത്തിയാക്കി.
അന്ന് രാധയെ തേടി. കാരണം ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ശ്രീരംഗനാഥ് ടെമ്പിളുണ്ട്. അതായത് ഈ നമ്മൾ പറയാമല്ലോ, ഞാൻ ഇത്രയും നേരം ഈ 10 ദിവസവും രാധ അന്വേഷിച്ചാണ് നടന്നത്. പക്ഷെ ഉള്ളിൽ ചോദ്യം ഉണ്ടായിരുന്നു, കൃഷ്ണൻ എവിടെ, ഭഗവാൻ എവിടെ, നമ്മുടെ മൂർത്തി എവിടെ, കാണണമല്ലോ ഇവിടെ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഈ രംഗനാഥൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല, സംഭവം ആരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കിലോമീറ്ററുകൾ നമ്മൾ ആ പ്രദക്ഷിണ വഴികളിലൂടെ നടക്കുകയാണ് ഗുരുജിയായിട്ട്. ചെറിയ കടകൾ വരെ ചെറിയ രാധയും കൃഷ്ണയും കാണുമ്പോൾ അവിടെ കയറി ഗുരുജി ചോദിക്കുന്നുണ്ട്, ഇതിനെങ്ങനെയാണ്, എന്താണ് ഇതെന്താ ഇത്, നമ്മുടെ അറിയുടെ വലുത് ഇത്രയും കണ്ടിട്ട് വന്നിട്ട് പിന്നെ ചെറുത് എന്താണ് ഇതിനകത്തുള്ളത്. ഇങ്ങനെ ചോദിച്ച് അവസാനം നമ്മൾ ഈ രംഗനാഥ ക്ഷേത്രത്തിലെത്തുകയാണ്. അവിടെ നിന്നു അവിടെ എല്ലാം ഒന്ന് കയറി ഇറങ്ങി ഒരു പ്രദക്ഷിണമൊക്കെ വെച്ചു. അപ്പോൾ സാക്ഷാൽ ചതുർബാഹു ഇരിക്കുകയാണ് ഗുരുദാസൻ്റെ മുമ്പിൽ. വളരെ സന്തോഷം, നമ്മളത് കണ്ടു. ചിലപ്പോൾ ഇനി ഇതിനായിട്ടായിരിക്കാം ഗുരു നമ്മളെ കൊണ്ടുവന്നതെന്നുള്ള ആ ഒരു വലിയ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട്, ആനന്ദമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ചെന്ന വാതിലല്ല നമ്മൾ ഇറങ്ങുന്നത്, തിരിച്ചുള്ള വാതിൽ നോക്കിയപ്പോൾ അവിടെ മുഴുവൻ കൃഷ്ണൻ രാധയാണ്, കടകളുടെ പ്രപഞ്ചമാണ് അവിടെ. ഈ പറഞ്ഞ പോലെ അവിടെയും കയറി നോക്കുകയാണ്. അവസാനം 2ാമത്തെ കടയിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഗുരുജി ഇതിപ്പോൾ ഇവിടെ വല്ല പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമോ? ഉടനെ ഗുരുജി എന്ന് ഫോൺ എടുക്കുന്നു, നാരായണദാസിനെ വിളിക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്, എടുത്തയച്ചു കൊടുക്കുകയാണ് അവിടെ നിന്ന് അഭിപ്രായം വരാൻ. അങ്ങനെ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഗുരുവിന് പറ്റിയ ശിഷ്യനാണ് നാരായണദാസ്. ഗുരു അങ്ങോട്ട് അയച്ചു കൊടുക്കാത്ത താമസമുള്ളൂ, ഈ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് വിട്ടേരെ. ഇതാണ് അവിടെ നിന്ന് വരുന്ന മറുപടി. ചുരുക്കം പറഞ്ഞാൽ കടക്കാരിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇതെന്താണ് സംഭവിക്കുന്നത് അങ്ങേർക്ക് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇത്രയും മണിക്കൂറുകൾ ചെലവഴിച്ചിട്ട് ഒരു രാധയെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം പലതും ഒരു പെർഫെക്ഷൻ, നമ്മൾ കണ്ട ഒരു പെർഫെക്ഷൻ അതിനകത്തിലുണ്ട്. പക്ഷെ അതിനെല്ലാം ഗുരു തള്ളുകയാണ്, വളരെ ഗൗരവമായിട്ടാണ് തള്ളിക്കളയുന്നത്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചോടാ, ഇനി ഈ രാധ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? പിന്നെ നമ്മൾ ആലോചിക്കും, എന്തെങ്കിലും ഒരു കാര്യം കാണും ഇതിനകത്തിൽ. ഇനി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അപ്പം എന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കും എന്നുള്ള സങ്കല്പത്തിലാണ് പിന്നെ നമ്മുടെ യാത്ര മുഴുവൻ. അപ്പം അങ്ങനെ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അപ്പോൾ അവിടെ വെച്ച് നാരായണദാസ് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിലെ നോക്കാനാണ് നാരായണദാസ് പറയുന്നത് ഗുരുജിയുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലെ ഒരിക്കലും ഇവിടെ കിട്ടത്തില്ല എന്നുള്ളത് 100% ആദ്യമേ ഗുരുദാസിന് ബോധ്യമായി, പിന്നെ ഗുരുവിനും ബോധ്യമായി. കാരണം എന്ന് പറഞ്ഞാൽ ഗുരു നോക്കുന്നതിന് മുമ്പേ എനിക്കറിയാം ഇത് നടക്കത്തില്ല, ഇതെന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും പെർഫെക്ഷനുള്ള ഒരു സാധകനെ വേറെ നമ്മൾ കിട്ടത്തില്ല. അദ്ദേഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ വലിയ പ്രയാസമാണ്, ഒരു രാധയ്ക്കായാലും കൃഷ്ണനായാലും. അപ്പോൾ അങ്ങനെ അതിനും നാരായണ, അപ്പോൾ ആ ഒരു സങ്കല്പം ഉള്ളിൽ കുടിയേറുകയാണ്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ സമയമൊക്കെ ആത്മഭാഷണം നിരന്തരം പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമെന്ന് പറയുമ്പോൾ ഓരോ ദിവസവും വരുന്ന വേർഷൻ ഓരോ രീതിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജീവാത്മാവ് പരമാത്മാവ് എന്ന കൺസെപ്റ്റിൽ നമ്മളൊന്ന് വായിക്കുമ്പോൾ അതിന് നമുക്കൊരു പേജോ 2 പേജോ 3 പേജോ എഴുതാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഞാൻ ഗുരുജിയെ വിളിച്ച് നോക്കി, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട്. എന്നാൽ പുരുഷനും ശക്തി എന്നുള്ള രീതിയിൽ വരുമ്പോൾ മറ്റൊരു നിർവചനമാണ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത്. ഇനി കാമുകന്മാർ എന്നുള്ള രീതിയിൽ ആലോചിച്ചാലും നമുക്ക് വേറൊരു നിർവചനം കൊടുക്കാൻ പറ്റും. അങ്ങനെ ഏത് തലത്തിൽ നമ്മൾ രാധയും കൃഷ്ണൻ ഈ ആത്മഭാഷണത്തിലെ സംഭാഷണങ്ങൾ എടുത്ത് എന്തും, അതായത് ഇങ്ങേയറ്റം സാധനയുമായി ഒരു ബന്ധമില്ലാത്ത ഒരാൾക്കായാലും അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും, സാധനയിൽ അങ്ങേയറ്റം നിൽക്കുന്ന ഒരാൾക്കായാലും അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും. ഇതെല്ലാം ശരിയുമാണ്. ഇവരാരും എഴുതുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഒരിക്കലും ഈ സംഭാഷണം വായിക്കുന്ന ഒരാൾക്ക് പറ്റത്തുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല, ഒരു ഗ്ലാസ് പ്രിസമുണ്ട്, അതിലേക്ക് നമ്മളെ തള്ളിവിട്ടാൽ പിന്നെ നോക്കുമ്പോഴെല്ലാം നമ്മളെ കാണും, എങ്ങോട്ട് നോക്കിയാലും നമ്മളെ കാണത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. ഇവരാരെഴുതിയത് നമ്മളെടുത്ത് മന്നം ചെയ്ത് നോക്കിയാലും രാധയും കൃഷ്ണനുമാണ് ഇതിനകത്തിൽ എല്ലാം. അങ്ങനെയുള്ള ആത്മഭാഷണങ്ങൾ അതിൻ്റെ 100% വ്യഗ്രതയോടുകൂടി പ്രണയത്തോടുകൂടി ഒഴുകുന്ന സമയമാണിത്. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, എന്തേ പിന്നെയും ഈ രാധയെടുക്കാൻ താമസം? പക്ഷേ വീണ്ടും നമ്മൾ പറയുന്നത്, നമ്മൾ എന്താണോ കാണുന്നത് അതല്ല ഒരു ഗുരുക്കന്മാരും കാണുന്നത്, ഒരു സാധകൻ കാണുന്നതല്ല ഒരു ഗുരു കാണുന്നത്. അപ്പം 100% നമുക്കറിയാം രാധ വരും, വരേണ്ടവളാണ് രാധ വന്നേ പറ്റൂ ബാലരാമരത്തുള്ളതെന്ന് നമുക്കറിയാം. പക്ഷെ എങ്ങനെ വരും? പിന്നെ നമ്മുടെ ചോദ്യം അതാണ്, വൃന്ദാവനത്തിൽ ആ രാധയെ കിട്ടിയില്ല, ഇനി ആ വൃന്ദാവനത്തിലല്ലാതെ രാധ എങ്ങനെ വരും?
അപ്പോഴാണ് നാരായണദാസ് വീണ്ടും വിളിക്കുന്നത്. ഗുരുവിനെ വിളിച്ച് പറയുന്നു, ഗുരുജി, നമ്മൾ രാധയെ സമർപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ രാധാകൃഷ്ണന്മാർ ഇവിടെ വന്ന് അതിൻ്റെ പാക്കേജ് സഹിതം വീഡിയോ എടുത്ത് ഗുരുജി വിടുമ്പോൾ നമ്മൾ അന്തം വിട്ട് കാണുകയാണ് ശരിക്കുമുള്ള പുതിയ രാധയും കൃഷ്ണനെയും. അത് വന്നതോ വൃന്ദാവനത്തിലില്ലാത്തതുകൊണ്ട് രാജസ്ഥാനിൽ നിന്ന്. അപ്പം നമ്മുടെ ചിന്ത എവിടെയാണ്? ഗുരുവിൻ്റെ കർമ്മങ്ങൾ എവിടെയാണ്? രാജസ്ഥാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ട എല്ലാ കടകളിലെയും സാധനങ്ങൾ വന്നത് അവിടെ നിന്നാണ്. വെറും മാർബിൾ പൊടിയിട്ട് ഉണ്ടാക്കിയ രാധയെയും കൃഷ്ണനെയും വരെ ഗുരു കണ്ടു. നമ്മളിതൊന്നും കാണുന്നില്ല. അവിടെ ഒരു കൂട്ടം തൊഴിലാളികളുണ്ട്. അവരുടെ നിത്യവൃത്തിയും നിത്യസാധനയും ചെയ്യുന്നത് ഈ പ്രതിമകളിലാണ്. ജീവനില്ലാത്ത ഒരു മാർബിൾ കഷ്ണമാണ് അവരുടെ കയ്യിലോട്ട് എടുത്തു കൊടുക്കുന്നത്. അതാണ് അവർ ദിവസങ്ങൾക്ക് ശേഷം സാക്ഷാൽ രാധയാക്കി മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പം എങ്ങനെയാണോ നാരായണത്തെ ഭദ്രൻ ഈ ശിവലിംഗത്തെ ഉറപ്പിക്കാൻ, ഈ പ്രണയമാകുന്ന ശിവലിംഗത്തെ ഉറപ്പിക്കാൻ തൻ്റെ തപശക്തി, തൻ്റെ ഉള്ളിലെ ആ ആനന്ദത്തിൻ്റെ രക്തമെടുത്ത് തുപ്പി മഹാദേവനെ അവിടെ ഇരുത്തിയത്, അതേപോലെയാണ് അവിടുത്തെ ഓരോ ആർക്കിടെക്റ്റും അല്ലെങ്കിൽ ഓരോ ശില്പിയും ഈ രാധയെ വാർത്തെടുക്കുന്നത്. നമ്മൾ വൃന്ദാവനത്തിൽ കാണാൻ കഴിയാതിരുന്ന പൂർണ്ണമായ രാധയും കൃഷ്ണനും, അങ്ങനെയാണ് പറയേണ്ടത്, സമ്പൂർണരായ രാധയും കൃഷ്ണനുമാണ് രാജസ്ഥാനിൽ നിന്ന് വരുന്നത്. അങ്ങനെ കൃഷ്ണനും രാധയും വന്നിട്ടാണ് അടുത്ത നമ്മുടെ ഗുരു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ നടന്ന എന്താണെന്ന് നമുക്ക് വാക്കുകൾക്ക് അപ്പുറത്താണ്. രാധയൊക്കെ വന്ന ആ ആഘോഷങ്ങളും എല്ലാം. അപ്പം ആ രാധയും കൃഷ്ണനും വന്ന് ഈ എന്താ പറയുക, നമ്മൾ നിറഞ്ഞു തുളുമ്പാണ്. വൃന്ദാവനം ഇങ്ങോട്ട് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ബാലരാമപുരത്തേക്ക് പറിച്ചു നട്ട അനുഭവമാണ് നമുക്ക് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ അന്ന് മെഡിറ്റേഷൻ വരുന്നതും, ആക്റ്റീവ് മെഡിറ്റേഷൻ, രാധാബുദ്ധ മെഡിറ്റേഷൻ വരുന്നത്. എന്താ പറയുക, ആടി തിമിർത്തില്ലേ, അല്ലാതെ വാക്കുകളില്ല നമുക്ക് പറയാൻ. അങ്ങനെ ആയിത്തീരുന്ന ചില നിമിഷങ്ങളെ ജീവിതത്തിൽ വരത്തുള്ളൂ. നമ്മളുടെ ഉള്ളിലുള്ള മൂർത്തിയുമായി ലയനം പ്രാപിക്കുക എന്നുള്ള ചില നിമിഷങ്ങളുണ്ട്. അത് ഒരു സാധകൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന അനർഘ നിമിഷങ്ങളാണ്. ഒന്നിൽ കൂടുതൽ കണ്ടേക്കാം, പക്ഷേ ഓരോന്നും അനർഘ നിമിഷങ്ങളാണ്. അങ്ങനെ വന്ന ഒരു നിമിഷമാണ് ഈ ലോകത്തിൽ നിന്നെല്ലാം വിട്ട് നമ്മൾ രാധയുടെ കൂടെ രാധയായി കൃഷ്ണനായിട്ട് അന്നാളെ ഓരോരുത്തരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത്, രാധാസഹസ്രനാമം എഴുതാനുള്ള പറയത്തില്ലേ, ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പേ ഈ ലോകത്തിൽ ലക്ഷ്മി ദേവി രാധയായിട്ട് വന്ന് അവതരിച്ചു. എന്തിന്? അവതാരം സമ്പൂർണ്ണമാക്കണമെങ്കിൽ അതിന് ചേർന്ന ബാക്ക്ഗ്രൗണ്ട് ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ദേവിയുടെ ഉത്തരവാദിത്തമാണ് ഭഗവാന്റെ അവതാരം പൂർണ്ണമാക്കി യാതൊരു ന്യൂനതകളുമില്ലാതെ ഇവിടെ അവതരിച്ച് തീർക്കേണ്ടത്. ആ രാധയെയാണ് നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പണിയാണ്. നമുക്ക് 100% അറിയാം. പക്ഷേ നേരത്തെ പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ ഈ ജീവിതം ഇങ്ങനെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ലെനിനിസ്റ്റ് നിലപാടിൽ നിന്നും ഒരു സാധകനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരമമായ കർമ്മവും ഇതുതന്നെയാണ്. രാധാസഹസ്രനാമമായിരിക്കും, നമുക്കൊരു സംശയവുമില്ല. അത് എന്ന് വരും, എങ്ങനെ വരും എന്ന് മാത്രം ചോദിക്കരുത്. വന്നിരിക്കും, അത് ഗുരു തീരുമാനിക്കും എങ്ങനെയാണ്, എന്തായിട്ടാണത് വരുന്നത്. വന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഗുരുവിൻ്റെ നാമം ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം ആ നാമവും ഇവിടെ ഉണ്ടാകും. ഒരു പരമഹംസരായിട്ട്, ഒരു എന്താ പറയുക, രാധയായിട്ട്, ഒരു പ്രണയമായിട്ട് ഒക്കെ ഇവിടെ ഉണ്ടാകും. അതൊക്കെ ഒന്നുമില്ല, നമ്മുടെ അനന്തര തലമുറയെങ്കിലും കാണട്ടെ, അവർക്കെങ്കിലും ആ ഭാഗ്യം ലഭിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. തീർച്ചയായും സാധകർക്ക് ഒരുപക്ഷെ അതിനു മുമ്പ് ഈ ജന്മത്തിൽ തന്നെ അത് അനുഭവിക്കാൻ കഴിയുമായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. അങ്ങനെ ഓരോരുത്തർക്കും കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഹരി ഓം.